സമയം കിട്ടുമോ എന്നറിയില്ല. അമ്മയോടൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ഹൃദയത്തിലുടക്കിയ ഒരു വെടിയുണ്ടയുമായി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ തലയിണ എവിടെ? ഒന്ന് കണ്ണടയ്ക്കണം, തല ചായ്ക്കണം എനിക്ക് ഒരല്പനേരം. യുദ്ധമെങ്ങാനും ഒന്ന് വാതിൽക്കൽ മുട്ടുകയാണെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി മകൻ വിശ്രമിക്കുകയാണെന്ന്. സുപ്രസിദ്ധ പലസ്തീനി കവി ഗസാൻ സക്താന്റെ തലയിണ എന്ന കവിതയുടെ ഏകദേശ മലയാളമാണിത്. ഈ വരികൾ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഓർമ്മകളിലേക്ക് ചാരം നീക്കി എടുത്തു വയ്ക്കുന്ന ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫ് ഉണ്ട്. രണ്ടായിരം അൽ-അക്സ ഇന്തിഫാദ കാലത്ത് ഗാസയുടെ തെരുവുകളിലൂടെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ടാങ്കുകൾ ഉരുണ്ടു തുടങ്ങിയ ദിവസങ്ങളിലൊന്നിൽ, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 29-ന് ഉത്തര ഗാസയിലെ കാർണി ക്രോസിംഗിൽ വെച്ച് അസോസിയേറ്റഡ് പ്രസിന്റെ ഫോട്ടോഗ്രാഫറായ ലോറൻ റീബോസ് എടുത്തതാണ് ഈ ചിത്രം. ഭീമാകാരനായ ഗോലിയാത്തിന് നേരെ തെറ്റാലിക്ക് കല്ലെറിയുന്ന ബൈബിൾ കഥയിലെ ദാവീദിന്റെ പ്രതീകമായി പിന്നീട് പലരും വ്യാഖ്യാനിച്ച ഈ ചിത്രം ഇസ്രായേൽ എന്ന ഭീമന് നേരെ നിസ്സഹായരും ദുർബലരുമായ പലസ്തീനിയൻ ജനത നടത്തുന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ പ്രതീകമായി മാറി. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന 14-കാരൻ്റെ പേര് ഫാരിസ് ഔദേ എന്നാണ്. ചിത്രത്തിൽ കാണുന്ന പ്രവൃത്തി ഫാരിസിന്റെ ജീവിതത്തിൽ ഒരു പുതുമയായിരുന്നില്ല. ഗാസയിലെ തിരക്കേറിയ ഗലികളിൽ കളിച്ചു വളർന്ന അവന് ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് ഇരച്ചു കയറി വന്ന ഇസ്രായേലി ടാങ്കുകളോട് തീർത്താൽ തീരാത്ത വിരോധമായിരുന്നു. രണ്ടാം ഇന്തിഫാദ കാലത്ത് സ്കൂളിലേക്ക് പോകുന്ന ഫാരിസ് ഒരു സെറ്റ് ഉടുപ്പുകൾ കൂടി എന്നും കൊണ്ടുപോയിരുന്നു. വൈകിട്ട് ക്ലാസ് വിട്ടാൽ ഉടനെ യൂണിഫോം മാറി അവൻ തെരുവിലേക്ക് ഇറങ്ങും. ന്യൂസ് ക്യാമറകളുടെ കണ്ണിൽപ്പെടാതെ ഇസ്രായേലി സൈനികരുടെയും അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെയും നേർക്ക് അവൻ കല്ലെറിയും. തങ്ങളുടെ കുഞ്ഞുമകൻ ഇങ്ങനെ ഇസ്രായേലി സൈനികരോട് തെരുവിൽ ചെന്ന് കോർക്കുന്ന കാര്യം വളരെ വൈകി മാത്രമാണ് അവൻ്റെ അച്ഛനും അമ്മയും അറിയുന്നത്. സാമധാന ഭേദദണ്ഡങ്ങൾ പ്രയോഗിച്ച് അവരവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അവൻ അവരെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ഫാരിസ് ഇസ്രായേലി മെർക്കാവ ടാങ്കിന് നേരെ കല്ലെറിയുന്ന ഫോട്ടോ ഏറെ യാദൃച്ഛികമായിട്ടാണ് ലോറൻ റീബോസിന്റെ ക്യാമറയിൽ പതിയുന്നത്. ഈ ഫോട്ടോ എടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഒരു നാൾ സ്കൂളിൽ നിന്ന് അവൻ തിരികെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് അവൻ ശ്രദ്ധിച്ചു. കാരണം തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, മോനെ, നീ സ്കൂളിൽ പഠിക്കാൻ വിട്ടിട്ട് തെരുവിൽ ഇസ്രായേലി സൈനികരോട് ഇടഞ്ഞ് ജീവനും അപകടത്തിലാക്കി നടക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ മകന് ഒരല്പമെങ്കിലും സ്നേഹം അമ്മയോടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് നിർത്തണം. അമ്മയുടെ ഏങ്ങലടികൾ കണ്ട് മനസ്സലിഞ്ഞ ഫാരിസ് അന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് അവർക്കൊരു വാക്ക് കൊടുത്തു. ഇനി അമ്മയുടെ മകൻ അപകടമുണ്ടാക്കുന്ന ഒരു പണിക്കും പോയില്ല. അന്ന് കുട്ടി നിരത്തിലേക്കിറങ്ങി സ്കൂളിലേക്ക് നടന്നു പോകുന്നത് കാണാൻ പതിവില്ലാതെ ആ അമ്മ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. പതിവിന് വിരുദ്ധമായി അവനും പിന്നിലേക്ക് നടന്ന് തൻ്റെ അമ്മയ്ക്ക് കൈവീശി യാത്ര പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം യാത്ര പറഞ്ഞ് സ്കൂളിൽ പോയ ആ അമ്മയുടെ മകൻ പിന്നീട് ജീവനോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സൈനികരിൽ ഒരാളുടെ സ്നൈപ്പർ ഗണ്ണിൽ നിന്ന് പുറപ്പെട്ട ബുള്ളറ്റ് അവൻ്റെ കഴുത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി. 2 ദിവസം ആശുപത്രിയിൽ കിടന്ന ശേഷം അവൻ മരണത്തിന് കീഴടങ്ങി. ഫാരിസിന്റെ മരണശേഷം ലോകമെങ്ങും പ്രചരിച്ച ഈ ചിത്രം കാണുമ്പോൾ അവൻ്റെ അമ്മ അന മൗദേക്ക് ഇന്നും വിതുമ്പൽ അടക്കാനാവാറില്ല. ഗാസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലുമായി ഇസ്രായേലി പട്ടാളക്കാരുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്ന ആദ്യത്തെയോ അവസാനത്തെയോ കുട്ടിയല്ല ഫാരിസ് ഔദേ. ഏതൊരു യുദ്ധവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉടക്കുന്നത് അതിൽ പ്രാണൻ പൊലിഞ്ഞുപോയ കുട്ടികളുടെ ഇങ്ങനെയുള്ള ചില കണക്കുകളുടെ രൂപത്തിലാണ്. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയ 1948 മുതൽക്ക് ഇങ്ങോട്ട് പലസ്തീനിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള യുദ്ധക്കെടുതികൾ ചില്ലറയല്ല. കഴിഞ്ഞ 2 ലക്കങ്ങളിലായി നമ്മൾ പറഞ്ഞു വെച്ചത് ഇസ്രായേൽ പലസ്തീൻ ക്രൈസിസിന്റെ ഇരുപക്ഷത്തു നിന്നുമുള്ള കഥകളാണ്. ആ സീരീസിലെ അവസാനത്തെ ലക്കമാണിത്. ഇന്നത്തെ വല്ലാത്തൊരു കഥ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ശ്രമിക്കുന്നത് 1948 മുതൽ ആ മണ്ണിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളുടെയും മനുഷ്യത്വം തെല്ലുമേശിയിട്ടില്ലാത്ത അതിക്രമങ്ങളുടെയും നേർചിത്രങ്ങളാണ്. 1948 തൊട്ട് ഇങ്ങോട്ട് ഇസ്രായേൽ പലസ്തീൻ പ്രവിശ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ച അറബ് ഇസ്രായേൽ യുദ്ധങ്ങളുടെ കഥ. രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പിക്കാൻ എന്ന പേരിൽ ഇസ്രായേലും അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ ഹമാസും ചേർന്ന് ആ നാട്ടിലെ നിരപരാധികളായ മനുഷ്യർക്കു നേരെ ഇന്നുവരെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ള കൊടിയ അതിക്രമങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്.
1948 ഏപ്രിൽ 9 അതായത് ഇസ്രായേൽ എന്ന പുതിയ രാഷ്ട്രം നിലവിൽ വരുന്നതിന് ഒരാഴ്ച മാത്രം മുമ്പ് പലസ്തീനിലെ ദേർ യാസിൻ എന്ന ഗ്രാമം വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ടു. പാറമട തൊഴിലാളികളും കല്ലുവെട്ടുകാരും മറ്റുമായി 700ഓളം പാവപ്പെട്ട പലസ്തീനികൾ കഴിഞ്ഞിരുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ദേർ യാസിൻ. ഈ ഗ്രാമം സയനിസ്റ്റ് മിലീഷ്യ ഗ്രൂപ്പുകളായിട്ടുള്ള ഇർഗുനും സ്റ്റേൺ ഗാങ്ങും ചേർന്ന് അപ്രതീക്ഷിതമായിട്ട് ആക്രമിച്ചത് ഭീതി പരത്താനും ജെറുസലേമിലേക്കുള്ള വെസ്റ്റേൺ അപ്രോച്ച് ഏരിയകൾ എത്നിക് ക്ലെൻസിംഗ് ചെയ്തെടുക്കാനും വേണ്ടിയായിരുന്നു. ആക്രമണത്തിനൊടുവിൽ വെടിയൊച്ചകളും സ്ഫോടന ശബ്ദങ്ങളും ഒക്കെ അടങ്ങിയപ്പോൾ ഗ്രാമത്തിലെ നിരത്തുകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. ദ ബർത്ത് ഓഫ് ദ പാലസ്റ്റീനിയൻ റെഫ്യൂജി പ്രോബ്ലം എന്ന പുസ്തകത്തിൽ ബെന്നി മോറിസ് പറയുന്നത് ഏതാണ്ട് 250-ലധികം പലസ്തീനി അറബ് വംശജർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഉള്ള പരിഗണനകൾ ഇല്ലാതെയാണ് സയനിസ്റ്റ് ഭീകരവാദികൾ ആ ഗ്രാമത്തിൽ അന്ന് നരമേധം നടത്തിയത്. ഭൂരിഭാഗം പേരെയും ചുവരോട് ചേർത്ത് നിർത്തി സബ്മെഷീൻ ഗണ്ണുകൊണ്ട് വെടിവെച്ച് കൊന്നുകളഞ്ഞപ്പോൾ ചിലരെ മരത്തിൽ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു. ആക്രമണ ഭീഷണികൾ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് ഹഗാനിയുമായി ചർച്ചകൾ നടത്തി തങ്ങളെ ആക്രമിക്കരുതേ എന്നൊരു നോൺ അഗ്രഷൻ ഉടമ്പടി ഒപ്പിട്ടിരുന്നു ദേർ യാസിൻ നിവാസികൾ. പക്ഷെ ആ ഉടമ്പടിയൊന്നും അവർക്ക് സംരക്ഷണം നൽകാൻ പോകുന്നതായിരുന്നില്ല. ആ ഗ്രാമത്തിലെ 1/3 ജനങ്ങളും അന്ന് നിഷ്കരണം വധിക്കപ്പെട്ടു. ശേഷം അനാഥ പ്രേതങ്ങളെപ്പോലെ കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കപ്പെട്ടു. അങ്ങനെ ഒരു കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിച്ചതോടെ പലസ്തീനിലെ ഒട്ടുമിക്ക അറബ് ഗ്രാമങ്ങളും ഭീതിയിലാണ്ടു. ദേർ യാസിനുകാരുടെ ദുർവിധി ഏത് നിമിഷം വേണമെങ്കിലും തങ്ങളെയും തേടി എത്തിയേക്കാമെന്ന ഭയം അവരെ ഒന്നടങ്കം ആവേശിച്ചു. അതോടെ മിക്ക ഗ്രാമങ്ങളിൽ നിന്നും അറബ് വംശജർ കൂട്ടമായി ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. 1992 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പലസ്തീൻ സ്റ്റഡീസ് പ്രസിദ്ധപ്പെടുത്തിയ ഓൾ ദാറ്റ് റിമൈൻസ് ദ പലസ്തീനിയൻ വില്ലേജസ് ഓക്യുപ്പൈഡ് ആൻഡ് ഡീപോപ്പുലേറ്റഡ് ബൈ ഇസ്രായേൽ ഇൻ 1948 എന്ന പഠനത്തിൽ വലീദ് ഖലീദി എഴുതുന്നത് 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നായിട്ടുള്ള പ്രഖ്യാപനം വരുമ്പോഴേക്കും ഏതാണ്ട് 7 ലക്ഷത്തോളം പലസ്തീനി അറബ് വംശജർ ഇങ്ങനെ പ്രാണനും കയ്യിലെടുത്ത് നാടുവിട്ട് ഓടിക്കഴിഞ്ഞിരുന്നു എന്നാണ്. പിന്നീട് ലോക ചരിത്രത്തിൽ മഹാദുരന്തം എന്നർത്ഥം വരുന്ന നഖ്ബ എന്ന അറബ് വാക്കുകൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട കൂട്ടപലായനങ്ങളുടെ ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് ഈ ദേർ യാസിൻ കൂട്ടക്കൊല മാറി. ദേർ യാസിനെ പോലെ ഇസ്രായേൽ മിലീഷ്യ കൊന്നും കൊല വിളിച്ചും ഡീപോപ്പുലേറ്റ് ചെയ്തെടുത്തത് 500-ലധികം വരുന്ന പലസ്തീനി അറബ് ഭൂരിപക്ഷ പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണ്. ഈ പ്രദേശങ്ങൾക്കെല്ലാം പിന്നീട് അങ്ങോട്ട് യഹൂദ പേരുകൾ നൽകപ്പെട്ടു. അവിടങ്ങളിലേക്ക് ആലിയ വഴിക്ക് എത്തപ്പെട്ട വിദേശ യഹൂദ പൗരന്മാർ പുനരധിവസിപ്പിക്കപ്പെട്ടു. ചില ഗ്രാമവാസികൾ എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത സാഹചര്യം വന്നപ്പോൾ കാസ്റ്റ് ഐ ബ്രെഡ് എന്ന പേരിൽ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് സീക്രട്ട് ബയോളജിക്കൽ ഓപ്പറേഷൻ തന്നെ ജൂത തീവ്രവാദികൾ അന്ന് നടത്തുന്നുണ്ട്. അതായത് ഒഴിഞ്ഞു പോകാൻ വിസമ്മതിച്ച അക്രയിലെയും ഗലീലിയയിലെയും മറ്റു പല ഗ്രാമങ്ങളിലെയും പൊതു കിണറുകളിൽ ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയ കലർത്തി പ്രദേശത്ത് രോഗം പരത്താനും അതുവഴി നിരവധി പേരെ ഇല്ലായ്മ ചെയ്യാനും ഇടയാക്കിയ ആ കൊടും പാതകത്തെക്കുറിച്ച് ബെന്നി മോറിസും ബെഞ്ചമിൻ സി കേഡാറും ചേർന്നെഴുതിയ കാസ്റ്റ് ഐ ബ്രെഡ് ഇസ്രായേലി ബയോളജിക്കൽ വാർഫെയർ ഡ്യൂറിംഗ് ദ 1948 വാർ എന്ന ആർട്ടിക്കിളിൽ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. ബെൻ ഗൂറിയോൻ എന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയും കൂടി നടന്നതാണ് ഈ പാതകമെന്ന് ബെൻ ഗൂറിയോന്റെ തന്നെ ഡയറി എൻട്രികളെ കൂടി വ്യാഖ്യാനിച്ചുകൊണ്ടും ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ജെറുസലേം എന്ന തങ്ങളുടെ പാരമ്പര്യ ഭൂമിയെ ചുറ്റിപ്പറ്റി ഹോംലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പലസ്തീൻ്റെ മണ്ണിലേക്ക് വന്നിറങ്ങിയ യഹൂദർ അവിടെ കഴിഞ്ഞിരുന്ന പലസ്തീനിയൻ അറബ് ജനതയെ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാക്കാൻ വേണ്ടി നടത്തിയ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങളെയും രഹസ്യ ഓപ്പറേഷനുകളെയും കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഇസ്രായേലി ഓപ്പറേഷനുകൾ കൊണ്ട് പലസ്തീൻ മേഖലയിൽ തുടർന്നുള്ള വർഷങ്ങളിൽ അവിടുത്തെ ലാൻഡ് ഓണർഷിപ്പിൽ, ഡെമോഗ്രാഫിക്സിൽ, രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ആധികാരികമായ ചില മാപ്പുകളിലൂടെ ഒന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. യഹൂദർ വന്നിറങ്ങുമ്പോൾ ആ ഭൂപ്രദേശത്ത് അധിവസിച്ചിരുന്ന പലസ്തീനിയൻ അറബ് ജനത എങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് അരികുവൽക്കരിക്കപ്പെട്ട് ചിതറിത്തെറിച്ചു പോയത് എന്ന്, പട്ടാള ബാരക്കുകളും ചെക്ക് പോയിന്റുകളും സ്ഥാപിച്ച് പലസ്തീനിലെ അറബ് വംശജരെ ചെറിയ ഗെറ്റോകളിലേക്ക് ഒതുക്കി എങ്ങനെയാണ് ഇസ്രായേലി ഭരണകൂടം രാഷ്ട്ര രൂപീകരണം സാധിച്ചെടുത്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. പലവിധ സംഘർഷങ്ങളിൽ പലസ്തീൻ്റെ മണ്ണ് ചോരയിൽ കുളിച്ചു തുടങ്ങിയതോടെ അക്കാലത്ത് UN ഇടപെടുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ അതിൻ്റെ 186-ാം പ്രമേയത്തിൻ്റെ ബലത്തിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി ഫോഗ് ബെർണാഡോട്ടയെ നിയമിക്കുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ട് പലസ്തീന് ലിമിറ്റഡ് സ്റ്റേറ്റ്ഹുഡും പലായനം ചെയ്ത പലസ്തീനിയൻ പൗരന്മാർക്ക് തിരികെ വരാനുള്ള സൗകര്യവും ഒക്കെ ഒരുക്കുന്ന വിധത്തിൽ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തുവെങ്കിലും ആ പരിശ്രമങ്ങൾ പാതി വഴി നിന്നു പോകുന്നു. 1948 സെപ്റ്റംബർ 17 ജെറുസലേമിൽ UN ഒരു പതിവ് മീറ്റിങ്ങിന് വേണ്ടി പോവുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ കോൺവോയ് തടഞ്ഞു നിർത്തി IDF യൂണിഫോമിലെത്തിയ 4-അംഗ സ്റ്റേൺ ഗ്യാങ് കൊലയാളി സംഘം അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ലോക ചരിത്രത്തിൽ യാസർ അറാഫത്തിനോളം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിത്വവും ഉണ്ടാകാനിടയില്ല. 1929 ഓഗസ്റ്റ് 24
പലസ്തീനിലെ ഗാസയിൽ നിന്ന് കെയ്റോയിലേക്ക് പതിറ്റാണ്ടുകൾ മുമ്പ് കുടിയേറി പാർത്ത അബ്ദുൾ റൌഫ് അൽ ഖുദ്വ അൽ ഹുസൈനിയുടെയും ജെറുസലേമിലെ പ്രസിദ്ധമായ സൗദ് കുടുംബത്തിൽ അംഗമായിരുന്ന ഭാര്യ സഹ്വ അബ്ദുൾ സൗദിൻ്റെയും 9 മക്കളിൽ 7ാമനായിട്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദുൾ റൌഫ് അൽ ഖുദ്വ അൽ ഹുസൈനി ജനിക്കുന്നത്. ലോകം പിന്നീട് അദ്ദേഹത്തെ വിളിച്ച യാസർ അറാഫത്ത് എന്ന പേര് യൗവനത്തിൽ എപ്പോഴോ അദ്ദേഹം സ്വയം സ്വീകരിച്ച ഒന്നാണ്. അദ്ദേഹത്തെ പലസ്തീൻ ജനത പിന്നീട് സ്നേഹപൂർവ്വം അബു അമാർ എന്നും വിളിക്കുന്നുണ്ട്. അറാഫത്ത് കെയ്റോ സർവകലാശാലയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് തൻ്റെ താവഴിയിൽപ്പെട്ട ബന്ധു ഷെയ്ഖ് ഹസൻ അബ്ദുൾ സൗദിനെ പരിചയപ്പെടുന്നു. ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്തെ പ്രധാന പലസ്തീനിയൻ നാഷണലിസ്റ്റ് ഫിഗറുകളിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ഹസൻ. അന്നത്തെ പ്രമുഖ പലസ്തീൻ നേതാവായ ഹജ് അമീനുൽ ഹുസൈനിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ. ഈ പരിചയം യാസർ അറാഫത്തിന്റെ രാഷ്ട്രീയത്തെ കാര്യമായി പരുവപ്പെടുത്തിയ ഒന്നാണ്. 1947 അന്ന് വെറും 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യാസർ അറാഫത്തിനെ ഷെയ്ഖ് ഹസൻ ഈജിപ്തിൽ നിന്നും ലിബിയയിൽ നിന്നും ആയുധങ്ങൾ കടത്താൻ വേണ്ടി നിയോഗിക്കുന്നു. ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് യാസർ അറാഫത്ത് പലസ്തീനിയൻ റെസിസ്റ്റൻസ് മൂവ്മെന്റിന്റെ ഭാഗമാകുന്നതും പലസ്തീനിലെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങുന്നതും. 1948 പിന്നീട് നഗ്ബ എന്ന് പലസ്തീനികളും ലോകവും വിളിച്ച കൂട്ടപലായന കാലത്ത് കെയ്റോയിൽ നിന്ന് രഹസ്യമായി തിരികെ പലസ്തീനിലേക്ക് നുഴഞ്ഞു കയറുന്ന യാസർ അന്നത്തെ സയനിസ്റ്റ് വിരുദ്ധ സായുധ ഒളിപ്പോരുകളിലും സജീവമാകുന്നു. ഇനി അങ്ങോട്ടുള്ള കഥയിൽ പലപ്പോഴായിട്ട് യാസർ അറാഫത്ത് എന്ന പോരാളി ഇനിയും കടന്നുവരും. ഇസ്രായേലിനെയും പലസ്തീനെയും തലവര പലതവണയായിട്ട് മാറ്റി വരച്ചിട്ടുള്ളത് ഇസ്രായേലും അതിൻ്റെ അയൽവക്കത്ത് കിടക്കുന്ന മറ്റുള്ള അറബ് രാജ്യങ്ങളും തമ്മിൽ പല കാലങ്ങളിലായിട്ട് നടന്നിട്ടുള്ള പല യുദ്ധങ്ങളാണ്. ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിന് മുമ്പേ തുടങ്ങിയ നഗ്ബ എന്ന കൂട്ടപലായനവും അതിൻ്റെ കെടുതികളുടെ നേർവിവരണങ്ങളും അറബ് ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുലച്ചു കളയുന്നു. നഗ്ബയ്ക്ക് ശേഷം പലസ്തീനെ കീറിമുറിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന പുതിയ രാജ്യം രൂപീകൃതമായി എന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ അത് വഴിവെക്കുന്നത് ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഒരു രാജ്യം ഉണ്ടാക്കിയതോടെ പലസ്തീനിൽ ബാക്കി കിടന്ന പല ഭാഗങ്ങൾക്കുമേൽ ഈജിപ്ത്, ട്രാൻസ്ജോർഡാൻ, ഇറാഖ്, സിറിയ, ലെബനൻ എന്നീ 5 അയൽരാജ്യങ്ങൾ കണ്ണുവച്ചു. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പലസ്തീനിലെ പല പ്രവിശ്യകളിലേക്കും അവർ അതിക്രമിച്ചു കയറി അധിനിവേശം സ്ഥാപിച്ചു. ഇത് പിന്നീട് അങ്ങ് കിഴക്കൻ ജെറുസലേം വരെ നീണ്ടു എന്ന് UN ക്വസ്റ്റ്യൻ ഓൺ പലസ്തീനും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിന്റെ അവസാനത്തോടെയാണ് അന്നുവരെ മറ്റുള്ള രാജ്യങ്ങളുടെ അധീനതയിലായിരുന്ന ഇന്നത്തെ ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളും അവർ പിടിച്ചെടുക്കുന്നത്. ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 7 ലക്ഷത്തോളം പലസ്തീനിയൻ അറബ് വംശജർ സ്വന്തം ഗ്രാമങ്ങൾ വിട്ട് ഓടിപ്പോകാൻ നിർബന്ധിതരായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. യുദ്ധം കഴിയാറാവുമ്പോഴേക്കും ഒരിക്കൽ മാൻഡേറ്ററി പാലസ്തീൻ എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശത്തെ 78% ഗ്രാമങ്ങളെയും ഇസ്രായേൽ തങ്ങളുടെ പരിപൂർണ നിയന്ത്രണത്തിലാക്കി. 1945 UNSOP പലസ്തീൻ്റെ ഡിസ്ട്രിക്ട് തിരിച്ചുള്ള മാപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പരിശോധിച്ചാൽ 30%-ലധികം ജൂയിഷ് പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നത് ഹൈഫ, ടിബറിയാസ്, ബെയ്സൺ എന്നീ ഡിസ്ട്രിക്റ്റുകൾ മാത്രമാണ്. അറബ് ഇസ്രായേലി യുദ്ധം അവസാനിക്കുന്നത് UN ഇടപെടലിൽ ഇസ്രായേൽ ഗ്രീൻ ലൈൻ എന്നറിയപ്പെടുന്ന ആർമിസ്റ്റേഴ്സ് എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നതോടെയാണ്. ഈ ഉടമ്പടിയോടെയാണ് 1948 മെയ്യിൽ തുടങ്ങിയ സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക അറുതി ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് പലസ്തീനിൽ 47-നും 50-നും ഇടയിൽ ഉണ്ടായിട്ടുള്ള സെറ്റിൽമെന്റ് ഡെമോഗ്രഫി ചേഞ്ചുകളാണ്. 1947 ഒരു സെറ്റിൽമെന്റ് മാപ്പ് പരിശോധിച്ചാൽ അന്ന് പലസ്തീനിൽ അവശേഷിച്ചിരുന്ന അറബ് വംശജരുടെ സെറ്റിൽമെന്റുകൾ അധികവും വടക്കും പടിഞ്ഞാറുമുള്ള റമള, ഗാസ എന്നിവിടങ്ങളിലായിരുന്നു എന്ന് കാണാം. അതേസമയം യഹൂദ സെറ്റിൽമെന്റുകൾ അധികവും വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളായിട്ടുള്ള ജാഫ, ഹൈഫ എന്നിവിടങ്ങളിലുമായിരുന്നു. 3 കൊല്ലം കൊണ്ട് പലസ്തീൻ മണ്ണിലെ അറബ് സെറ്റിൽമെന്റുകൾ നാമാവശേഷമായി പോയിരിക്കുന്നതായിട്ടാണ് ഈ മാപ്പിൽ നിന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുക. മാൽക്കിറ്റ് ഷോഷൻ എഴുതിയ അറ്റ്ലസ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് ഇസ്രായേൽ പലസ്തീൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ കാണിച്ചതും ഇനി കാണിക്കാൻ പോകുന്നതുമായിട്ടുള്ള പല മാപ്പുകളും എടുത്തിട്ടുള്ളത്. 1948 മുതൽ 50 വരെ ആ ഭൂഭാഗത്തിനായിട്ടുള്ള ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് അത്യസാധാരണമാണ് എന്നാണ് മാൽക്കിറ്റ് ഷോഷൻ പറയുന്നത്. പലസ്തീനിയൻ അറബ് ജനസംഖ്യ 7,600,000 നിന്ന് വെറും 1,67,500 ആയിട്ട് ഇടിയുന്നു. അതേ 3 വർഷം കൊണ്ട് മേഖലയിലെ ഇസ്രായേലി ജൂത ജനസംഖ്യ 1.25 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായിട്ട് ഉയരുകയും ചെയ്തു. 1948 അവസാനത്തോടെ UN നഗ്ബ കാലത്ത് നാടുവിട്ടോടിയ പലസ്തീനിയൻ അഭയാർത്ഥികളോട് തിരികെ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റെസൊല്യൂഷൻ 194 എന്ന പേരിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട്. അതേ ഐക്യരാഷ്ട്രസഭ തന്നെ വെറും 5 മാസം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ 1949 മെയ് 11 തങ്ങളുടെ പഴയ പ്രമേയത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതിരുന്ന ഇസ്രായേൽ എന്ന ബേബി റിപ്പബ്ലിക്കിന് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം നൽകാൻ ശുപാർശ ചെയ്യുന്ന മറ്റൊരു പ്രമേയം കൂടി പാസാക്കി. ഒരു വശത്ത് ജന്മനാട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ കുടിയിറക്കപ്പെട്ട ഒരു ജനതയോട് തിരികെ ചെല്ലാൻ ആഹ്വാനം ചെയ്യുക,
മറുവശത്ത് അതേ ബലപ്രയോഗത്തിലൂടെ നിലവിൽ വന്ന പുതിയൊരു രാജ്യത്തിന് പരിപൂർണ അംഗീകാരവും കൊടുക്കുക. വല്ലാത്തൊരു ഐറണി തന്നെ. യുദ്ധം നടന്ന ഒരു വർഷക്കാലവും യാസർ അറാഫത്ത് പലസ്തീനിൽ തന്നെ ഉണ്ടായിരുന്നു. അക്കാലം കൊണ്ട് നേരിട്ട് കാണേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ DNA തന്നെ നിർണ്ണയിച്ചതും തുടർന്നു വന്ന വർഷങ്ങളിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ പരുവപ്പെടുത്തിയതും. അന്നത്തെ പല പലസ്തീനികളെയും പോലെ യുദ്ധത്തിൽ തങ്ങൾ തോറ്റത് അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള വഞ്ചനയെ തുടർന്നാണ് എന്ന ധാരണ യാസർ അറാഫത്തിലും ശക്തമാകുന്നു. 1950 പലസ്തീൻ അടങ്ങുന്ന പ്രദേശത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ മാറാൻ തുടങ്ങി. ശീതയുദ്ധം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യവഹാരത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ ശക്തി ആർജിക്കാനും തുടങ്ങി. അങ്ങനെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ 1950 മധ്യത്തോടെ യാസർ അറാഫത്ത് കുവൈത്തിലേക്ക് പോകുന്നു. ഇതിനിടയിലാണ് 1956 സൂയസ് കനാൽ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. 50കളിലെ ആഗോള കടൽ വ്യാപാര പാതയുടെ അതിനിർണായകമായ ഒരു കണ്ണിയായിരുന്നു മധ്യധരണ്യാഴിയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ എന്ന കടലിടുക്ക്. 19ാം നൂറ്റാണ്ട് മുതൽക്ക് ബ്രിട്ടീഷ് ഫ്രഞ്ച് ഓഹരി ഉടമകളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സൂയസ് കനാൽ കമ്പനിക്കായിരുന്നു അതിന്റെ പ്രവർത്തന ചുമതല. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു പിന്നാലെ അന്നുവരെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന ഈജിപ്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളികൾ ശക്തമായി. ലഫ്റ്റനന്റ് കേണൽ ജമാൽ അബ്ദുൽ നാസർ എന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ആ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി. 1956 ജൂണിലെ നാഷണൽ റഫറൻഡത്തിലൂടെ ഈജിപ്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് ഒരേ ഒരു മാസത്തിനുള്ളിൽ, അതായത് 1956 ജൂലൈ 26 ജമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ കമ്പനിയെ ഈജിപ്ത് ദേശസാൽക്കരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. നിലവിൽ നിർമ്മാണത്തിലുണ്ടായിരുന്ന അസ്വാൻ ഹൈഡാം എന്ന അണക്കെട്ട് പദ്ധതിക്ക് അതുവരെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്ന അമേരിക്കയും ബ്രിട്ടനും ആ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറിയപ്പോൾ ഉണ്ടായ ക്ഷീണം സൂയസ് കനാലിൽ നിന്ന് ഏർപ്പെടുത്തുന്ന ചുങ്കത്തിലൂടെ പരിഹരിക്കുകയായിരുന്നു നാസറിന്റെ ലക്ഷ്യം. ഈജിപ്തിന്റെ പരമാധികാരം എന്ന വിഷയം ഉയർത്തിക്കൊണ്ടാണ് നാസർ തന്റെ നടപടിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. സ്വന്തം അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന സൂയസ് കടലിടുക്കിന്റെ കാര്യത്തിൽ എന്തു തീരുമാനത്തിനും രാജ്യത്തിന് അധികാരമുണ്ട് എന്നും സൂയസ് കനാൽ കമ്പനിയുമായി 99 വർഷത്തേക്കുണ്ടായിരുന്ന ലീസ് 68 തീരുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും ഇങ്ങനൊരു നടപടി നിയമപരം തന്നെയാണ് എന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ആ തീരുമാനം ലണ്ടനെയും പാരീസിനെയും അടിമുടി പിടിച്ചൊലച്ചു കളഞ്ഞു. അപ്പോഴും കൊളോണിയലിസ്റ്റ് ഹാങ് ഓവറിൽ നിന്ന് മോചിതമായിട്ടില്ലായിരുന്ന ബ്രിട്ടനും ഫ്രാൻസിനും സൂയസ് കനാൽ എന്ന് പറയുന്നത് വെറുമൊരു ഷിപ്പിംഗ് റൂട്ട് മാത്രമല്ലായിരുന്നു. അത് അവരുടെ ഒരു കീ അസറ്റ്, പ്രദേശത്ത് അവരുടെ സാമ്രാജ്യങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ ധരിച്ചിരുന്ന സ്വാധീനത്തിന്റെ അവസാന തിരുശേഷിപ്പുകളിൽ ഒന്നുകൂടിയായിരുന്നു. അത് നാസർ ദേശസാൽക്കരിച്ച് സ്വന്തമാക്കിയത് അവരെ വല്ലാതെ അലട്ടി. ഇങ്ങനൊരു പ്രഖ്യാപനം വന്ന ദിവസങ്ങൾക്കുള്ളിൽ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലുമായി രഹസ്യ ചർച്ചകൾ നടത്തി. അതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന സെവറസ് പ്രോട്ടോകോൾ എന്ന മിലിറ്ററി ആക്ഷൻ പ്ലാൻ സൂയസ് കനാലിന്റെ നിയന്ത്രണം ഈജിപ്തിൽ നിന്ന് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒന്നായിരുന്നു. ആ പദ്ധതി പ്രകാരം ഈജിപ്തിന് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിടും. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രശ്നം പരിഹരിച്ച് അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിനെ സംരക്ഷിക്കാൻ എന്ന ഭാവേന അവിടേക്ക് കടന്നു കയറാൻ അത് ബ്രിട്ടനും ഫ്രാൻസിനും താപ്പുണ്ടാക്കും. അങ്ങനെ ആ യുദ്ധത്തിനിടയ്ക്ക് സൂയസ് കനാൽ തിരിച്ചുപിടിക്കാം എന്നതായിരുന്നു അവരുടെ പ്ലാൻ. അതുപ്രകാരം 1956 ഒക്ടോബർ 29 ഇസ്രായേൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള സിനായ് പെനിൻസുല ആക്രമിക്കുന്നു. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ബ്രിട്ടനും ഫ്രാൻസും അവരുടെ സൈന്യങ്ങളെയും വിന്യസിക്കുന്നു. ആ ഒരു സൈനിക നീക്കത്തിന് അവർ പറഞ്ഞ കാരണം മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കൽ എന്നായിരുന്നുവെങ്കിലും യഥാർത്ഥ ലക്ഷ്യം ജമാൽ അബ്ദുൽ നാസറിന്റെ ഗവൺമെന്റിനെ തകിടം മറിച്ച് സൂയസ് കനാലിന് മേലുള്ള കൺട്രോൾ വീണ്ടെടുക്കുക എന്നതായിരുന്നു. ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിൽ ആരംഭിച്ച് ബ്രിട്ടനും ഫ്രാൻസും കൂടി ഇടപെട്ട് വഷളായ ഈ യുദ്ധമാണ് ചരിത്രത്തിൽ രണ്ടാം അറബ് ഇസ്രായേൽ യുദ്ധം അഥവാ സൂയസ് കനാൽ പ്രതിസന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മിലിറ്ററി ആക്ഷനിൽ ഇസ്രായേലിനുണ്ടായിരുന്ന യഥാർത്ഥ താല്പര്യം ഈജിപ്ത് ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്ന ടിറാൻ കടലിടുക്കുകളിലേക്ക് ഇസ്രായേലി കപ്പലുകൾക്കുള്ള ആക്സസ് തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു. സിനായ് അറേബ്യൻ ഉപദ്വീപുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അക്കോബ ഉൾക്കടലിനെ ചെങ്കടലിൽ നിന്ന് വേർതിരിക്കുന്ന ഇടുങ്ങിയ കടൽ മാർഗങ്ങളാണ് ടിറാൻ കടലിടുക്കുകൾ എന്നറിയപ്പെട്ടിരുന്നത്. അവയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷൻ കാരണം ഇസ്രായേലിന് ആ ആക്സസ് വളരെ പ്രധാനമായിരുന്നു. ജോർദാനിലെ അക്കാബ തുറമുഖത്തിലേക്കും ചെങ്കടലിലേക്ക് ഇസ്രായേലിന്റെ റെഡ് സീ പോർട്ടായിട്ടുള്ള എയ്ലാറ്റിലേക്കും ഒരേയൊരു മാരിടൈം ആക്സസ് റൂട്ടായിരുന്നു ടിറാൻ കടലിടുക്ക്. എന്നാൽ ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും വിചാരിച്ച പോലെ ആ യുദ്ധം മുന്നോട്ട് പോയില്ല. ഈജിപ്തിന്മേൽ അന്ന് ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന് നേരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കാര്യമായ നയതന്ത്ര പ്രതിഷേധം തന്നെ ഉയർന്നു വന്നു. വിശേഷിച്ച് അക്കാലത്ത് തികച്ചും വിരുദ്ധ ധ്രുവങ്ങളിൽ കഴിയുകയായിരുന്ന അമേരിക്കയും റഷ്യയും ഈ സൈനിക നടപടികളെ കടുത്ത ഭാഷയിൽ ഒരുപോലെ വിമർശിച്ചു. അതോടെ മൂവർ സംഘത്തിന് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. 1957 തുടക്കത്തിൽ തന്നെ എല്ലാ സേനാ സാന്നിധ്യവും പിൻവലിച്ചു മടങ്ങാൻ അവർ നിർബന്ധിതരായി. അവർ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജമാൽ അബ്ദുൽ നാസറിന്റെ പ്രതിച്ഛായ സൂയസ് കനാൽ പ്രതിസന്ധിക്ക് ശേഷം
10 മടങ്ങായിട്ട് വർദ്ധിച്ചു. പാളിപ്പോയ തന്ത്രം ബ്രിട്ടനിലും രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കാരണമായി. ഇങ്ങനെ ഒരു സൈനിക നീക്കത്തിന് ചരടുവരിച്ചതിൽ പ്രധാനമന്ത്രി ആന്റണി ഈഡന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. സൂയസ് കനാൽ പ്രതിസന്ധി ഏറ്റവും ഗുണം ചെയ്തത് പക്ഷേ ഇസ്രായേലിനായിരുന്നു. അത്രയും കാലമായി ഈജിപ്ത് അവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ടിറാൻ കടലിടുക്കുകൾ ഇസ്രായേലി കപ്പലുകൾക്ക് മുന്നിൽ വീണ്ടും തുറന്നു കൊടുക്കപ്പെട്ടു. ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും തിരിച്ചും ഇസ്രായേലി കപ്പലുകൾക്ക് യാതൊരു നിയന്ത്രണവും കൂടാതെ വന്നു പോകാമെന്ന് വന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു. 1950കളുടെ അവസാനത്തോടെ അറഫത്ത് ആഗ്രഹിച്ച ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി. കുവൈത്തിൽ അഭയം പ്രാപിച്ചിരുന്ന 5-6 പലസ്തീനിയൻ റെസിസ്റ്റൻസ് നേതാക്കൾ ചേർന്ന് ഫത്തഹ് എന്ന പേരിൽ പുതിയൊരു സായുധ പോരാട്ട സേനയ്ക്ക് രൂപം കൊടുക്കുന്നു. 1959 ഒക്ടോബർ 10 അതിന്റെ ആദ്യത്തെ രഹസ്യ സമ്മേളനം. ഹറാക്കത്ത് അൽ തെഹ്രീർ അൽ വത്തനി അൽ ഫിലസ്തീനി, ഈ അറബ് പേരിന്റെ ഇംഗ്ലീഷിലുള്ള റിവേഴ്സ് അക്രോണിയമായിരുന്നു ഫത്തഹ് എന്നത്. 1964 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ ആദ്യത്തെ അറബ് സമ്മിറ്റ് വിളിച്ചുകൂട്ടി പലസ്തീന്റെ വിമോചനത്തിനായി ഒരു രാജ്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നിന് നേരിട്ട് ഇറങ്ങിച്ചെന്നാൽ ഇസ്രായേലുമായി കോർക്കേണ്ടി വരും എന്ന നല്ല ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാവും നാസർ മുൻകൈയെടുത്ത് വേണ്ടത്ര പണവും പടക്കോപ്പുകളും പരിശീലനവും ഒക്കെ കൊടുത്ത് അതിനുവേണ്ടി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLO എന്ന പേരിൽ ഒരു പുതിയ സംഘടനയും കെട്ടിപ്പടുക്കുന്നു. ഇങ്ങനൊരു നീക്കമുണ്ടായതോടെ ഫത്തഹിനു മേൽ സമ്മർദ്ദമേറി. അവർ ലെബണിൽ നിന്നും ജോർദാനിൽ നിന്നും ഗാസ വഴി അതിർത്തി കടന്നു ചെന്ന് നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ നടന്ന ആക്രമണങ്ങളിൽ ഒന്നിൽ ഒരു ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന 2 ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെടുന്നു. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ മോസെ ഡയാൻ ഫലസ്തീനികളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഫത്തഹിന്റെ മിലിറ്ററി വിങ്ങിന്റെ തലവനായി അറഫത്ത് അവരോധിക്കപ്പെടുന്നു. അവർ നിരന്തരം തുടർന്നുപോയ ആക്രമണങ്ങൾ 3ാം അറബ് ഇസ്രായേൽ യുദ്ധത്തിലേക്കും കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നു. 60കളുടെ ആദ്യ വർഷങ്ങളിൽ മധ്യപൂർവേഷ്യയിൽ സംഘർഷം ഉരുണ്ടുകൂടി വരികയായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ ആധുനിക പോർ വിമാനങ്ങൾ ഈജിപ്ഷ്യൻ ഹാങ്ങറുകളിൽ വിശ്രമിച്ചു. ഇസ്രായേലിനാണെങ്കിൽ അമേരിക്കയുമായിട്ടാണ് വലിയ ഊഷ്മളമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നത്. ഒപ്പം മോസ്റ്റ് മോഡേൺ ഫൈറ്റർ ജെറ്റുകൾ നൽകി ഫ്രാൻസും ടാങ്കുകൾ നൽകി ബ്രിട്ടനും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. 1956 സൂയസ് കനാൽ പ്രതിസന്ധി നൽകിയ രാഷ്ട്രീയ ഉണർവിൽ മതിമറന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈജിപ്ത്. ആ ആവേശം അവരെ കഴിഞ്ഞ 2 യുദ്ധങ്ങളിലും ഇസ്രായേലിനോട് തോറ്റു തുന്നം പാടിയതിന്റെ ഓർമ്മകളിൽ നിന്ന് ഒരു പരിധിവരെ മോചിപ്പിച്ചു. പക്ഷേ ആ യുദ്ധങ്ങളിലെ പരാജയങ്ങളിൽ നിന്ന് ഈജിപ്തോ സിറിയയോ ഒന്നും പഠിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അറബ് രാജ്യങ്ങളെ ഒരുമിപ്പിച്ച ഒരു പാൻ അറബ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിലും അറബ് പ്രൈഡ് പുനഃസ്ഥാപിക്കുന്നതിലും ഒക്കെ ആയിരുന്നു നാസറിന്റെ ശ്രദ്ധ. അദ്ദേഹത്തിന്റെ ഉറ്റ സ്നേഹിതൻ ഫീൽഡ് മാർഷൽ അബ്ദുൽ ഹക്കീം അമർ മുൻ യുദ്ധങ്ങളിലെ തോൽവിക്ക് ശേഷവും സൈനിക തലവനായിട്ട് തുടർന്നുപോയി. ഒപ്പം യമനുമായി ആയിടെ നടത്തേണ്ടി വന്ന ഒരു അനാവശ്യ യുദ്ധം, ഈജിപ്ഷ്യൻ സൈനിക ചരിത്രത്തിലെ വിയറ്റ്നാം എപ്പിസോഡ്, അവരുടെ സൈന്യത്തെ ദുർബലമാക്കുകയും ചെയ്തു. തന്റെ സൈനിക തലവന്റെ കഴിവുകേടിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും അയാളെ മാറ്റാതെ തൽസ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ രാഷ്ട്രീയമായ പരിഗണനകളുടെ പുറത്ത് നാസർ നിർബന്ധിതനായി. ഈ സമയത്ത് തന്നെ അയൽരാജ്യമായ സിറിയയും രാഷ്ട്രീയ പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുകയായിരുന്നു. തുടർച്ചയായ കലാപങ്ങളുടെയും അട്ടിമറികളുടെയും ചുഴികളിൽപ്പെട്ട് രാജ്യത്തിന്റെ സൈനിക നേതൃത്വവും അസ്ഥിരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററി ജനറൽമാർ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയും പകരം പുതിയവർ അവരോധിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം. ഈജിപ്തിനെ പോലെ സിറിയയ്ക്കും സോവിയറ്റ് യൂണിയനോടായിരുന്നു അടുപ്പം. എന്നാൽ ഈ 2 രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജോർദാനിലെ ഹുസൈൻ രാജാവിന് അമേരിക്കയോടും ബ്രിട്ടനോടുമായിരുന്നു ബാന്ധവം. 48 യുദ്ധത്തിന് ശേഷം താരതമ്യേന മെച്ചപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഒരേ ഒരു അറബ് രാജ്യവും ജോർദാൻ തന്നെയായിരുന്നു. 67 സംഘർഷങ്ങൾക്ക് കാരണമായത് സിറിയയ്ക്കും ഇസ്രായേലിനുമിടയിൽ വടക്കൻ അതിർത്തിയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന ഉരസലുകളായിരുന്നു. അതിർത്തിയിൽ പരസ്പരം ആക്രമണങ്ങൾ പതിവായി. അതിനിടയിൽ സിറിയ ജോർദാൻ നദിയിലെ ജലം വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചത് അതിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. 1966 നവംബറിൽ ആദ്യ പ്രകോപനം, ഇസ്രായേലി അതിർത്തിക്കുള്ളിൽ ഒരു ലാൻഡ് മൈൻ സ്ഫോടനം. അതിനോടുള്ള തിരിച്ചടി എന്ന മട്ടിൽ ജോർദാന്റെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിലെ ഗ്രാമമായ സമൂവയിൽ ഇസ്രായേലിന്റെ കടന്നാക്രമണം നടക്കുന്നു. 1967 മെയ്യിൽ ഇസ്രായേൽ സിറിയ ആക്രമിക്കാൻ വേണ്ടി അതിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നു എന്നൊരു വ്യാജ ഇന്റലിജൻസ് റിപ്പോർട്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതോടെ 55 ഈജിപ്ഷ്യൻ സിറിയൻ പ്രതിരോധ ഉടമ്പടി പ്രകാരം സിറിയയെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികളിലേക്ക് നീങ്ങാൻ ഈജിപ്ത് നിർബന്ധിതമാവുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ടിറാൻ കടലിടുക്കുകളിലേക്കുള്ള ഇസ്രായേൽ ആക്സസ് പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഈജിപ്തും ജോർദാനും തമ്മിൽ നേരത്തെ ഒപ്പിട്ടിരുന്ന പ്രതിരോധ കരാറ് പ്രകാരം ഈജിപ്തിനെതിരെ യുദ്ധം വന്നാൽ അതിൽ ജോർദാൻ സൈന്യവും പങ്കെടുക്കേണ്ടി വരും എന്ന അവസ്ഥയുണ്ടായിരുന്നു.
അങ്ങനെ രൂപം കൊണ്ട ഈജിപ്ത്, സിറിയ, ജോർദാൻ അച്ചുതണ്ടിലേക്ക് അധികം വൈകാതെ ഇറാഖും പങ്കുചേരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ ആ സഖ്യം യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായ നടപടി ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നുണ്ടാവുന്നു. സിനായിലെയും സൂയസ് കനാൽ പരിസരത്തെയും ഈജിപ്ഷ്യൻ എയർബേസുകൾ ഒന്നടങ്കം ആക്രമിക്കപ്പെടുന്നു. അവിചാരിതമായ ആ ഒരൊറ്റ ആക്രമണം മാത്രം മതിയായിരുന്നു വരാനിരുന്ന യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ. ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ 90% പോർ വിമാനങ്ങളും ഗ്രൗണ്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യപ്പെടും മുമ്പ് തന്നെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്നു. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ആ മൂന്നാം യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ തീർത്തു കളയുന്നു. അതേ ദിവസം തന്നെ ഗാസ സ്ട്രിപ്പിലേക്കും സീനായ് ഉപദ്വീപിലേക്കും ഇസ്രായേലി സൈന്യം മാർച്ച് ചെയ്യുന്നു. അടുത്ത ദിവസം ഇസ്രായേലി സൈന്യം കിഴക്കൻ ജെറുസലേം കീഴടക്കുന്നു. ഓൾഡ് സിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കുന്നു. അതിന്റെ അടുത്ത ദിവസം ആയപ്പോഴേക്കും വെസ്റ്റ് ബാങ്കിലെ പ്രധാന പട്ടണങ്ങളായിട്ടുള്ള നബ്ലൂസ്, ബത്ലഹേം, ഹെബ്രോൺ, യെരിക്കോ തുടങ്ങിയവയും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ജൂൺ 9 ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ തിരിയുന്നു. ഗോലാൻ കുന്നുകൾക്ക് നേരെ ആയിരുന്നു ആക്രമണം. അതോടെ സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിനോട് അപകടകരമായ വിധത്തിൽ അടുത്തെത്തി നിൽക്കുന്നു ഇസ്രായേലി സൈന്യം. 1967 വാർ 6 days that changed the Middle East എന്ന തന്റെ ലേഖനത്തിൽ BBC മിഡിൽ ഈസ്റ്റ് എഡിറ്ററായിരുന്ന ജെറമി ബോവൻ എഴുതുന്നത് 6 ദിവസം കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം മിഡിൽ ഈസ്റ്റിന്റെ രാജ്യ അതിർത്തികൾ തന്നെ ഏറെ നാടകീയമായ രീതിയിൽ മാറ്റി വരച്ചു കളഞ്ഞു എന്നാണ്. ഈയൊരു യുദ്ധത്തിന് ശേഷമാണ് വെസ്റ്റ് ബാങ്കിലെയും ഗാസ സ്ട്രിപ്പിലെയും ജെറുസലേമിലെയും അടക്കം പല സ്ഥലങ്ങളുടെയും നിയന്ത്രണം ഇസ്രായേലിന് സ്വന്തമാകുന്നതും ഇസ്രായേൽ എന്നത് ഏറ്റവും അധികം പലസ്തീനിയൻ അറബ് സാന്നിധ്യമുള്ള രാജ്യമായിട്ട് മാറുന്നതും. ഇങ്ങനെ നിരവധി പുതിയ പ്രദേശങ്ങൾ കീഴടക്കിയ ശേഷം ഇസ്രായേൽ ചെയ്യുന്നത് ഇവിടങ്ങളിലെല്ലാം പുതിയ ജൂയിഷ് സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നതാണ്. 1949 4ാം ജനീവ കൺവെൻഷന്റെ 49ാം ആർട്ടിക്കിളിന്റെ 8ാം ഖണ്ഡികയിൽ പറയുന്ന ദ ഓക്യുപ്പൈയിങ് പവർ ഷാൽ നോട്ട് ഡിപ്പോർട്ട് ഓർ ട്രാൻസ്ഫർ പാർട്സ് ഓഫ് ഇറ്റ്സ് ഓൺ സിവിലിയൻ പോപ്പുലേഷൻ ഇൻ ടു ദ ടെറിട്ടറി ഇറ്റ് ഓക്യുപ്പൈസ് എന്ന നിബന്ധനയുടെ നഗ്നമായ ലംഘനമായിരുന്നു ഇസ്രായേലിന്റെ ആ നടപടി. യുദ്ധം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടപ്പോഴേക്കും അന്നുവരെ സിറിയയുടെ കൈവശം ഉണ്ടായിരുന്ന യുദ്ധത്തിലൂടെ ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിൽ 6 യഹൂദ സെറ്റിൽമെന്റുകൾ ഉയർന്നു വന്നു കഴിഞ്ഞിരുന്നു. 1973 ആയപ്പോഴേക്കും വെസ്റ്റ് ബാങ്കിൽ 17 സെറ്റിൽമെന്റുകളും ഗാസ സ്ട്രിപ്പിൽ 7 സെറ്റിൽമെന്റുകളും നിലവിൽ വന്നു. 77 ആയപ്പോഴേക്കും വെസ്റ്റ് ബാങ്ക്, ഗാസ, ഗോലാൻ ഹൈറ്റ്സ്, സീനായ് പെനിൻസുല എന്നിവിടങ്ങളിലായിട്ട് 11,000-ഓളം പുതിയ ഇസ്രായേലി യഹൂദ കുടിയേറ്റക്കാരും താമസം ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. 6 ഡേ വാറിന്റെ രാഷ്ട്രീയ അനുരണനങ്ങളും ഏറെ നാടകീയമായിരുന്നു. യുദ്ധത്തിലേറ്റ കനത്ത തോൽവി ജമാൽ അബ്ദുൽ നാസർ എന്ന അധികായനെ തളർത്തിക്കളയുന്നു. 1970 അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുന്നു. ഈ യുദ്ധത്തിന് ശേഷം ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈജിപ്തിന്റെയും സിറിയയുടെയും ഭാവി ഇസ്രായേൽ വിരുദ്ധ യുദ്ധങ്ങളിൽ സഖ്യം ചേരാൻ വിസമ്മതം അറിയിച്ചു. സിറിയയിൽ 70 നടന്ന പട്ടാള അട്ടിമറിയിലൂടെ ഹഫീസ് അൽ അസദ് അധികാരത്തിലേറിയെങ്കിലും 6 ഡേ വാറിൽ നഷ്ടമായ ഗോലാൻ കുന്നുകൾ തിരികെ പിടിക്കാൻ പിന്നീട് ഒരിക്കലും അവർക്കായില്ല. പലസ്തീന് പുറത്ത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഇങ്ങനെയുള്ള പോരുകൾ നടക്കുമ്പോഴും യാസർ അറാഫത്ത് തന്റെ ഒറ്റയാൾ പോരാട്ടം തുടരുകയായിരുന്നു. 1967 ഓഗസ്റ്റിൽ അറാഫത്ത് ഒരു കൂട്ടം അനുയായികൾക്കൊപ്പം സിറിയൻ അതിർത്തിയിലൂടെ ജോർദാനിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ നിന്ന് ജോർദാൻ നദി മുറിച്ചു കടന്ന് അവർ 6 ഡേ വാറിന് ശേഷം ഇസ്രായേൽ സ്വന്തം അധീനത്തിലാക്കിയിരുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് നുഴഞ്ഞു കയറുന്നു. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് പിന്നീട് ജെറുസലേമിലേക്ക് പോലും കടന്നു ചെല്ലുന്ന അറഫത്തും കൂട്ടരും അവിടുത്തെ ധനികരായിട്ടുള്ള പലസ്തീനി തൻസീമുകളിൽ പലരെയും നേരിൽ ചെന്ന് കാണുന്നു. അവരിൽ ഓരോരുത്തരോടും ഇസ്രായേലി അധിനിവേശത്തിനെതിരായിട്ടുള്ള സായുധ സമരങ്ങൾക്ക്, പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി പോരാടാനുള്ള സമയമായി എന്ന് ഉത്ബോധിപ്പിക്കുന്ന അറഫത്ത് അതിനുശേഷം വീണ്ടും ഇസ്രായേലി സൈന്യത്തിനെ കണ്ണുവെട്ടിച്ച് തിരികെ ജോർദാനിലേക്ക് തന്നെ മടങ്ങി വരുന്നു. 6 ഡേ വാറിനൊടുവിൽ ഗോലാൻ കുന്നുകളിൽ നിന്ന് പിന്മാറിയ സമയത്ത് സിറിയൻ സൈന്യം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്ഫോടക വസ്തുക്കൾ വീണ്ടെടുക്കുക എന്നതാണ് യാസർ അറഫത്ത് എടുത്ത ആദ്യ തീരുമാനങ്ങളിലൊന്ന്. അതിനു പിന്നാലെ ജോർദാൻ താഴ്വര കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പലസ്തീൻ വിമോചന പോരാളികൾ സംഘടിപ്പിക്കപ്പെടുന്നു. ആയുധങ്ങളും മറ്റും വൻതോതിൽ അവിടേക്ക് മൊബിലൈസ് ചെയ്യപ്പെടുന്നു. ജോർദാൻ താഴ്വരയിലെ ഗുഹകളിൽ തമ്പടിച്ച് അറാഫത്തും ഫിദായിനുകളും ഇസ്രായേലി മണ്ണിൽ തുടർച്ചയായിട്ടുള്ള ഗറില്ല ആക്രമണങ്ങൾ നടത്തുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ജോർദാൻ നദി മുറിച്ചു കടന്ന് അക്കരെ വെസ്റ്റ് ബാങ്കിൽ പോവുക, ഇസ്രായേലി കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മിന്നൽ ആക്രമണങ്ങൾ നടത്തുക, തിരിച്ച് നേരം വെളുക്കും മുമ്പ് തന്നെ മടങ്ങിയെത്തി തങ്ങളുടെ ഗുഹകളിൽ പോയി ഒളിക്കുക എന്നതായിരുന്നു അറാഫത്തിന്റെയും സംഘത്തിന്റെയും അന്നത്തെ മോഡസ് ഓപ്പറാൻഡി. ജോർദാൻ താഴ്വരയിലെ ഈ ഫിദായിൻ ഒളികേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേലി സൈന്യം അന്ന് തുടർച്ചയായ എയർ സ്ട്രൈക്കുകളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ ഗുഹകളിൽ സുരക്ഷിതമായിട്ട് ഒളിച്ചിരുന്ന അവരെ ഏശുന്നതേയില്ല. സഹികെട്ടൊടുവിൽ ഇസ്രായേലി സൈന്യം കരമാർഗം തന്നെ ജോർദാൻ വാലി ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനൊരു ആക്രമണം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പേടിച്ചോടുകയല്ല യാസർ അറാഫത്ത് ചെയ്തത്. അദ്ദേഹം അന്ന് തൻ്റെ അനുയായികളോട് പറഞ്ഞ വാക്കുകൾ
പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന സംഘടനയുടെ പ്രൊപ്പഗാൻഡ മിനിസ്റ്ററും പിന്നീട് അറഫാത്തിന്റെ വലങ്കയുമായിരുന്ന ബസാം അബു ഷെരീഫ് എന്ന ഫിദായിൻ എഴുതിയ അറഫാത്ത് ആൻഡ് ദ ഡ്രീം ഓഫ് പലസ്തീൻ ആൻഡ് ഇൻസൈഡേഴ്സ് അക്കൗണ്ട് എന്ന പുസ്തകത്തിൽ വിശദമായി വർണ്ണിക്കുന്നുണ്ട്. നമ്മൾ ഇസ്രായേലികളോട് നിർഭയരായി നേരിട്ട് നിന്ന് പൊരുതണം. അറബ് ലോകത്തിന്റെ ആത്മവീര്യം ഉയർത്താനുള്ള ഒരു സുവർണ അവസരമാണ് നമുക്ക് ഈ ആക്രമണത്തിലൂടെ വീണ് കിട്ടിയിട്ടുള്ളത്. ഇസ്രായേൽ പോലുള്ള ഒരു ഭീമനോട് എതിരിട്ട് നിൽക്കാൻ നമ്മുടെ ഈ ചെറിയ സംഘടന മതിയെന്ന് നമുക്ക് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഈ പോരാട്ടത്തിൽ ഇനി മരണപ്പെട്ടാലും നമുക്ക് പിന്നാലെ ഇനിയും 10,000 ഈ മണ്ണിൽ ഫിദായിനുകളാകും. കേൾക്കുമ്പോൾ ഒരു കോരിത്തെരിപ്പൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികളിൽ ചിലർക്കെങ്കിലും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനോട് നേർക്കുനേർ പോരാടാനുള്ള യാസർ അറാഫത്തിന്റെ ഈ തീരുമാനം തികച്ചും ആത്മഹത്യാപരമാണ് എന്നാണ് അന്ന് തോന്നിയത്. അവരിലൊരു ഭാഗം ഇസ്രായേൽ സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ പിൻവാങ്ങിയെങ്കിലും സാമാന്യം വലിയൊരു സംഘം അപ്പോഴും അറാഫത്തിന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒടുവിൽ 1968 മാർച്ച് 21 ഇസ്രായേലിന്റെ നേരിട്ടുള്ള ആക്രമണം തുടങ്ങിയപ്പോൾ ജോർദാൻ സൈന്യത്തിന്റെ ആർട്ടിലറി കവറിന്റെ സഹായത്തോടെ ജോർദാൻ വാലിയിലെ സ്ട്രാറ്റജിക് പോയിന്റുകളിൽ ഒളിച്ചിരുന്നുകൊണ്ട് അറാഫത്തിന്റെ ഗറില്ല സൈന്യം ഇസ്രായേലി സൈന്യത്തിന്റെ ടാങ്ക് സേനയെ ആക്രമിക്കുന്നു. ചരിത്രത്തിൽ കരാമ യുദ്ധം എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ പോരാട്ടത്തിൽ 100-ലധികം ഫതഹ് ഫിദായിനുകൾ കൊല്ലപ്പെടുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. പലരും ഇസ്രായേലി സൈന്യത്തിന്റെ പിടിയിലാവുക പോലും ചെയ്യുന്നു. എന്നിട്ടും യുദ്ധത്തിനിടെ 28 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതും 69 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റതും അവരുടെ 4 ടാങ്കുകളും ഒരു യുദ്ധവിമാനവും ഒക്കെ ഫതഹ് ആക്രമണത്തിൽ നശിച്ചതും നിർഭയനായിട്ടുള്ള ഒരു പോരാളി എന്നുള്ള അറാഫത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ ആൾനാശമുണ്ടായത് അറാഫത്ത് പക്ഷത്തിനായിരുന്നിട്ട് കൂടി ഇസ്രായേലിനെ വിറപ്പിച്ചു കളഞ്ഞ ഈ യുദ്ധം യാസർ അറാഫത്തിന്റെ വിജയമായി അറബ് ലോകം കണക്കാക്കി. അതോടെ കഴിഞ്ഞ യുദ്ധങ്ങളിലെ പരാജയത്തിൽ വ്രണപ്പെട്ട് കിടന്നിരുന്ന അറബ് പ്രൈഡ് വീണ്ടും പൂർവാധികം ശക്തിയോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. 1967 സിക്സ് ഡേ വാറിനൊടുവിൽ വിജയശ്രീലാളിതരായിട്ടുള്ള ഇസ്രായേലി സൈനികരുടെ ചിത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ അതേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് തന്നെ കറാമയിൽ നടന്ന പോരാട്ടത്തിൽ മരിച്ച സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ റെഡ് ക്രോസ് സഹായത്തോടെ പകൽ വെളിച്ചത്തിൽ തിരിച്ചെടുത്തു കൊണ്ടുപോകേണ്ടി വന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ചിത്രങ്ങളും അച്ചടിക്കേണ്ടി വന്നു. ഈ പോരാട്ടത്തിന് ശേഷം ഫതഹ് PLOയിൽ ലയിക്കുന്നു. യാസർ അറാഫത്ത് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നു. വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഈ യുദ്ധത്തിന് പിന്നാലെ പലസ്തീൻ കോസിനു വേണ്ടി ലോകത്തിന്റെ വിവിധ കോണുകളിൽ കഴിയുന്ന അറബ് സമ്പന്നരിൽ നിന്ന് PLOയുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ധനസഹായമാണ്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ അടുത്തായിട്ട് നടന്ന യുദ്ധം 1973 യോം കിപ്പൂർ യുദ്ധമാണ്. അറബ് ലോകത്ത് ഈ യുദ്ധം അറിയപ്പെടുന്നത് ഒക്ടോബർ യുദ്ധം എന്ന പേരിലാണ്. അറബ് ഇസ്രായേലി ഡൈനാമിക്സിനെ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിൽ അമേരിക്ക എന്ന സൂപ്പർ പവർ എങ്ങനെ ഇടപെടുന്നു എന്നതിനെ കൂടി പരുവപ്പെടുത്തിയ ഒന്നായിട്ട് യോം കിപ്പൂർ യുദ്ധം മാറുന്നുണ്ട്. 67 യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന നാണംകെട്ട തോൽവിക്ക് തിരിച്ചടി കൊടുക്കുക എന്നതായിരുന്നു ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് നീങ്ങാൻ അന്ന് അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ യുദ്ധത്തിൽ അവർക്ക് നഷ്ടമായ പ്രദേശങ്ങളെ തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന തുടർച്ചയായ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതും ഇങ്ങനെ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നീക്കി. ഇങ്ങനെ ഒരു യുദ്ധം ആരംഭിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തിരഞ്ഞെടുത്ത ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. യോം കിപ്പൂർ ദിനം എന്നത് ജൂത കലണ്ടറിലെ ഏറ്റവും വിശേഷപ്പെട്ട പുണ്യദിനങ്ങളിലൊന്നാണ്. അന്നവർ സാധാരണ നിലയ്ക്ക് റേഡിയോ പ്രക്ഷേപണങ്ങളോ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റുകളോ ഒക്കെ ഒഴിവാക്കാറുണ്ട്. കടകൾക്ക് അന്ന് അവധിയായിരിക്കും. നിരത്തിലൂടെ വാഹനങ്ങളും വളരെ കുറച്ചു മാത്രമേ ഓടാറുള്ളൂ. അങ്ങനെ ഇസ്രായേലിൻ്റെ വളരെ വിശേഷപ്പെട്ട ദിവസത്തിൽ 1973 ഒക്ടോബർ 6 ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 4ാം അറബ് ഇസ്രായേൽ യുദ്ധത്തിന് തുടക്കമായി. ഈജിപ്തും ഇറാഖും സിറിയയും കൂടി ഇസ്രായേലിന് നേർക്ക് തുടങ്ങി വെച്ച ആ യുദ്ധത്തിന് അന്നവർ കൊടുത്ത പേര് ഓപ്പറേഷൻ ബദർ എന്നായിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി നയിച്ച വിശുദ്ധ യുദ്ധമാണ് ബദർ പട. അതൊരു 2 ഫ്രണ്ട് വാർ ആയിരുന്നു. ഒരു വശത്തുകൂടി 1400 ടാങ്കുകളും 1000 ആർട്ടിലറികളും അടങ്ങുന്ന 5 സിറിയൻ ആർമി ഡിവിഷനുകൾ അപ്രതീക്ഷിതമായി ഗോലാൻ കുന്നുകൾ ആക്രമിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 2 അണ്ടർ സ്ട്രെങ്ത് IDF ബ്രിഗേഡുകൾ മാത്രമാണ്. അവരുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് 177 ടാങ്കുകൾ, 50 പീസ് ആർട്ടിലറി എന്നിവ മാത്രമാണ്. സ്വാഭാവികമായും അവർ പതറിപ്പോകുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ 1300 ടാങ്കുകളും 2000 ആർട്ടിലറി പീസുകളും അടങ്ങുന്ന ഒരു ഫോർമേഷൻ സൂയസ് കനാലിന് കുറുകെ ചെന്ന് ബാർലെവ് ലൈൻ ബ്രീച്ച് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന പരിമിതമായ ഇസ്രായേലി സൈനിക സാന്നിധ്യത്തെയും ആക്രമിക്കുന്നു. അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന 500ഓളം സൈനികരിൽ പലരും കുറച്ചു മാത്രം പരിശീലനം സിദ്ധിച്ച ജെറുസലേം ബ്രിഗേഡിലെ കന്നിക്കാരായിരുന്നു. ഈജിപ്തിന്റെ ആ ഫസ്റ്റ് വേവ് അറ്റാക്കിന് പിന്നാലെ 4 ആർമേഡ് ആൻഡ് മോട്ടറൈസ് ഡിവിഷനുകൾ കൂടി പുറപ്പെട്ടു വരുന്നു. അന്നേരം കനാലിന്റെ അടുത്തുള്ള ബാർലെവ് ലൈനിന്റെ പിന്നിലുണ്ടായിരുന്നത് 290 ടാങ്കുകൾ മാത്രം അടങ്ങുന്ന ഒരേ ഒരു IDF ആർമേഡ് ഡിവിഷൻ മാത്രമായിരുന്നു. സിറിയൻ ഫസ്റ്റ് വേവിന് പിന്നാലെ ഇറാഖി എക്സ്പെഡിഷണറി ഫോഴ്സിന്റെ 500 ടാങ്കുകൾ അടങ്ങിയ 2 ആർമേഡ് ഡിവിഷനുകൾ കൂടി എൻഫോഴ്സ്മെന്റിന് വേണ്ടി ഗോലാൻ കുന്നുകളിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനൊക്കെ പുറമെ മൊറോക്കോ മുതൽ സൗദി വരെയുള്ള രാജ്യങ്ങൾ
ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അണിനിരക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ മിലിറ്ററി പ്ലാനിംഗ് റിസർവ് സിസ്റ്റം എന്നൊരു സംവിധാനത്തിലാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഏതാണ്ട് എല്ലാ ഇസ്രായേലി പൗരന്മാരും നിർബന്ധമായിട്ടും സൈനിക സേവനം നടത്തിക്കൊള്ളണം എന്നുണ്ട്. സൈന്യത്തിൽ വളരെ കുറച്ചു പേര് മാത്രമേ പക്ഷേ ആക്റ്റീവായിട്ട് കമ്മീഷൻഡ് ആയിട്ടുണ്ടാവൂ. ബാക്കി റിസർവിസ്റ്റുകളെ വേണ്ടപ്പോൾ മൊബിലൈസ് ചെയ്യും എന്നതായിരുന്നു അവരുടെ രീതി. വേണ്ടത്ര ലോങ് റേഞ്ച് മിസൈലുകളോ മറ്റു പടക്കോപ്പുകളോ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പാൻ അറബ് യുദ്ധമുന്നണിയെങ്കിലും രൂപീകരിക്കാതെ ഈജിപ്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല എന്നായിരുന്നു ഇസ്രായേലി ഇന്റലിജൻസിന്റെ അന്നത്തെ കൺസെപ്റ്റ്. അങ്ങനെ ഒന്നും ഉണ്ടായാൽ അതിനെക്കുറിച്ചുള്ള വിവരം തരാൻ, അത് സമയത്തിന് തരാൻ ഈജിപ്തിന്റെ ഭരണ സംവിധാനത്തിൽ തങ്ങൾക്കുള്ള സോഴ്സ്, അതായത് പ്രസിഡന്റിന്റെ മരുമകനും ഒരു ഹൈ ലെവൽ ഡിപ്ലോമാറ്റുമായിട്ടുള്ള അഷ്റഫ് മർവാൻ ഉണ്ട് എന്ന അമിത ആത്മവിശ്വാസത്തിൽ ഇസ്രായേലിൽ പണഞ്ഞൊരു ഇന്റലിജൻസ് ഫെയിലിയർ കൂടി ആയിരുന്നു യോം കിപ്പൂർ യുദ്ധം. ഈ അഷ്റഫ് മർവാന്റെ ഏറെ ഉദ്വേഗജനകമായിട്ടുള്ള ജീവിതവും ഇസ്രായേൽ, ഈജിപ്ത് എന്ന രാജ്യങ്ങൾക്കിടയിൽ ഒരു ഡബിൾ ഏജന്റ് എന്ന നിലയ്ക്ക് അയാൾ വഹിച്ച റോളും ബലാത്രു കഥയുടെ മൊസാദിന്റെ മാലാഖ എന്ന ലക്കത്തിൽ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു യുദ്ധം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ അതിന്റെ പിന്നണിയിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധവും അരങ്ങേറി. അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും പുതിയ പോർ വിമാനങ്ങളും പടക്കോപ്പുകളും USSR നൽകിയപ്പോൾ ഇസ്രായേലിന് വേണ്ട പടക്കോപ്പുകൾ അമേരിക്ക സപ്ലൈ ചെയ്തു. ദ യോം കിപ്പൂർ വാർ, ദ എപ്പിക് എൻകൗണ്ടർ ദാറ്റ് ട്രാൻസ്ഫോംഡ് ദ മിഡിൽ ഈസ്റ്റ് എന്നതിന്റെ പുസ്തകത്തിൽ എബ്രഹാം റാബിനോവിച്ച് ഈ നീക്കങ്ങൾ വിശദമായി തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യുദ്ധം തുടങ്ങിയതിന്റെ അടുത്ത ദിവസം തന്നെ ഇസ്രായേലി ഫോഴ്സ് യുദ്ധത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്തു. ഓപ്പറേഷൻ ഗസൽ എന്ന പേരിൽ വളരെ പെട്ടെന്ന് തന്നെ IDFന്റെ 2 ഡിവിഷനുകൾ വിന്യസിച്ച് സിറിയൻ സൈന്യത്തെ തിരികെ തുരത്തി ഓടിച്ചു. ഇറാഖി, സൗദി, ജോർദാൻ സേനകൾ സിറിയയ്ക്ക് പിന്തുണ നൽകാൻ അന്ന് എത്തിയിട്ടും അവരെയെല്ലാം തുരത്തി ഓടിച്ച് ഇസ്രായേലി സൈന്യം വന്ന് ഡമാസ്കസിൽ നിന്ന് വെറും 35 കിലോമീറ്റർ അടുത്തുവരെ എത്തുന്നുണ്ട്. ഒക്ടോബർ 16 ആയപ്പോഴേക്കും ഏരിയൽ ഷാരോന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സൈന്യം കെയ്റോയ്ക്ക് തൊട്ടടുത്തും എത്തിച്ചേരുന്നു. അമേരിക്കൻ പിന്തുണയോടെ പോരാടുന്ന ഇസ്രായേലി സൈന്യത്തോട് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലായ അറബ് രാജ്യങ്ങൾ അധികം വൈകാതെ തന്നെ തന്ത്രം മാറ്റിപ്പിടിക്കുന്നു. 1973 ഒക്ടോബർ 17 അറേബ്യൻ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ സംഘടനയായിട്ടുള്ള OPEC ഒരു യോഗം ചേർന്ന് ഓയിൽ പ്രൊഡക്ഷൻ 5% വെട്ടിച്ചുരുക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് അമേരിക്ക പിന്മാറിയില്ല എങ്കിൽ വരും ദിവസങ്ങളിലും ഈ പ്രൊഡക്ഷൻ കട്ട് ആവർത്തിക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. 67 യുദ്ധത്തിൽ പിടിച്ചടക്കിയ മറ്റ് രാജ്യങ്ങളുടെ പ്രവിശ്യകളിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിന്മാറുക, പലസ്തീനിയൻ അറബ് വംശജരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെച്ചു. അന്ന് അമേരിക്കയ്ക്ക് മേൽ OPEC രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഈ ഓയിൽ എംബാർഗോ ആഗോള വിപണിയെ തന്നെ പിടിച്ചുലച്ചതും ഇസ്രായേലിന് നൽകുന്ന പിന്തുണയെക്കുറിച്ച് ഒരു വീണ്ടുവിചാരം നടത്താൻ വാഷിംഗ്ടനെ പ്രേരിപ്പിക്കാൻ പോകുന്നതുമായിരുന്നു. എന്തായാലും OPEC രാജ്യങ്ങളുടെ പ്രഷർ ടാക്ടിക് അന്ന് ഫലം ചെയ്തു. ഒക്ടോബർ 22 ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി 338 നമ്പർ അടിയന്തര പ്രമേയം പാസാക്കി ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. 6 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേലി, ഈജിപ്ഷ്യൻ സൈനിക തലവന്മാർ സമാധാന ഉടമ്പടിയിന്മേൽ ചർച്ചയ്ക്ക് വേണ്ടി ഒത്തുകൂടുകയും ചെയ്തു. ഈയൊരു ഘട്ടം മുതൽക്കാണ് അന്നത്തെ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹെൻറി കിസിഞ്ചറിൽ നിന്ന് വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ചില ഡിപ്ലോമാറ്റിക് ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടാവുന്നത്. കെയ്റോ, ടെല്ലവീവ്, ഡമാസ്കസ് എന്നീ തലസ്ഥാന നഗരങ്ങൾക്കിടയിൽ മാറി മാറി പറന്നു എന്ന് കിസിഞ്ചർ നടത്തിയ ഈ അനുരഞ്ജന പരിശ്രമങ്ങൾ പിന്നീട് ചരിത്രത്തിൽ ഷട്ടിൽ ഡിപ്ലോമസി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. 1974 ആയപ്പോഴേക്കും അത്രയും നാൾ അറാഫത്തിനെ ശത്രുവായിട്ട് കണ്ട് അദ്ദേഹത്തിനോട് പോരാടിയിരുന്ന, അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്യാൻ പോലും ശ്രമിച്ചുകൊണ്ടിരുന്ന ജോർദാനിലെ ഹുസൈൻ രാജാവ് തന്നെ പലസ്തീനികളുടെ ഒരേയൊരു വക്താവ് എന്ന് വിളിച്ച് അറാഫത്തിനെയും PLOയെയും അംഗീകരിക്കുന്നു. ഇങ്ങനൊരു അംഗീകാരം കിട്ടിയ ആഴ്ചകൾക്കുള്ളിൽ 1974 നവംബർ 13 ഐക്യരാഷ്ട്രസഭയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട തൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ഒലിവ് ബ്രാഞ്ച് സ്പീച്ചുമായിട്ടെത്തി യാസർ അറാഫത്ത് ലോകമാധ്യമങ്ങളുടെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് മാറുന്നത്. അന്നത്തെ ആ ചരിത്ര പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് യാസർ അറാഫത്ത് ഇങ്ങനെ പറയുന്നു: ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കൈയിൽ ഒലിവിൻ്റെ ചെല്ലിയും മറുകൈയിൽ സ്വാതന്ത്ര്യസമര സേനാനിയുടെ യന്ത്രത്തോക്കുമേന്തിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണേ. എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണേ. യാസർ അറാഫത്തിന്റെ ഏറെക്കുറെ ഭീഷണി കലർന്ന സ്വരത്തിലുള്ള ഈ അപേക്ഷ അടുത്ത പ്രഭാതത്തിൽ അച്ചടി മഷി പുരണ്ട ലോകത്തിലെ എല്ലാ പത്രങ്ങളും അതുപോലെ പ്രസിദ്ധപ്പെടുത്തി. ഈ അപേക്ഷ അറാഫത്ത് പുറപ്പെടുവിച്ചതിന്റെ കൃത്യം 9-ാം ദിവസം ഐക്യരാഷ്ട്രസഭ തങ്ങളുടെ 3237 നമ്പർ പ്രമേയത്തിലൂടെ PLOയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ നിരീക്ഷക പദവിയിൽ അംഗത്വം നൽകുകയും ചെയ്യുന്നു. അതേസമയം ഇസ്രായേൽ അലൻ പ്ലാനും ഡോബ്ലസ് സെറ്റിൽമെന്റ് പ്ലാനും പ്രകാരം വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും തങ്ങളുടെ അധിനിവേശങ്ങളെ ശക്തിപ്പെടുത്തുകയായിരുന്നു. യുദ്ധാനന്തരം അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാഷം ബെഗിനെയും സമാധാന ചർച്ചകൾക്ക് വേണ്ടി ക്യാമ്പ് ഡേവിഡിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ 12 ദിവസത്തോളം നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം
1978 സെപ്റ്റംബർ 17 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് ഒപ്പുവെക്കപ്പെട്ടു. ഈ അനുരഞ്ജനം സാദത്തിനും ബെഗിനും അക്കൊല്ലത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുക്കുകയും ചെയ്തു. 79 ഈജിപ്ത് ഇസ്രായേൽ സമാധാന സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ക്യാമ്പ് ഡേവിഡ് സമ്മിറ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള മൈക്കൽ സിംഗ് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിനെ വിശേഷിപ്പിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിൽ ഒന്ന് എന്നാണ്. ഈ ഡീൽ ഈജിപ്തിനും ഇസ്രായേലിനും അവരുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ നേടിക്കൊടുത്ത ഒന്നാണ്. ഈജിപ്തിന് അവർക്ക് 67 യുദ്ധത്തിൽ നഷ്ടമായിരുന്ന സിനായ് പെനിൻസുല ഇതിലൂടെ തിരിച്ചു കിട്ടി. ഇസ്രായേലിനാകട്ടെ ആദ്യമായിട്ട് ഒരു അറബ് രാജ്യത്തിന്റെ ഈജിപ്തിന്റെ അംഗീകാരവും കിട്ടി. ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിക്ക് മുമ്പ് 4 തവണയെങ്കിലും പരസ്പരം പോരിനിറങ്ങിയിട്ടുള്ള അമേരിക്കയും ഈജിപ്തും തമ്മിൽ പിന്നീട് ഇതുവരെയും തുറന്നൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവർക്കിടയിൽ നടന്ന ഈ സമാധാന സംഭാഷണങ്ങളൊക്കെയും പലസ്തീനിയൻ പോരാളികൾക്ക് നൽകിയത് വെറും നിരാശ മാത്രമായിരുന്നു. ഈ ചർച്ചകളിലൊന്നും പലസ്തീൻ പ്രശ്നത്തിന് യാതൊരു ക്ലാരിറ്റിയും ഉണ്ടായി വന്നില്ല. ജെറുസലേമിനു മേലുള്ള അവകാശ തർക്കങ്ങളിൽ തീർപ്പുണ്ടായതുമില്ല. പലസ്തീനികൾ നോക്കുമ്പോൾ ഈജിപ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് പിന്നാലെ പോയി തങ്ങളുടെ കൂടെ നിന്ന് വഞ്ചിച്ചിരിക്കുകയാണ് എന്നവർക്ക് തോന്നി. ഇസ്രായേലുമായി ഇങ്ങനെ കൈകൊടുക്കാനുള്ള ഈജിപ്തിന്റെ തീരുമാനം അവരെ അറബ് ലീഗിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമായി. ഒരുവിധം അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അന്ന് ഈജിപ്തുമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക വരെ ചെയ്തു. അതിനിടയിൽ ഇസ്രായേൽ PLOയ്ക്ക് അഭയവും പിന്തുണയും നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ലെബനനെ ആക്രമിക്കുന്നു. 1975 മുതൽക്ക് തന്നെ UN PLO ഒരു നിയമപരമായിട്ടുള്ള സംഘടനയായും യാസർ അറാഫത്തിനെ പലസ്തീൻ പക്ഷത്തെ ഒരു നേതാവായിട്ടും അംഗീകരിച്ച് കഴിഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഇസ്രായേലിന്റെ നടപടി എന്ന് ഓർക്കണം. തുടർന്നു വന്ന പതിറ്റാണ്ടുകളിൽ കിഴക്കൻ തീരത്തെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീനിയൻ ജനതയെ പുകച്ചു പുറത്തുചാടിച്ചുകൊണ്ട് ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിച്ചു വന്നു. 80കളുടെ തുടക്കത്തിൽ 1982 വിശേഷിച്ചും യാസർ അറാഫത്തിന് നേരെ നിരവധി വധശ്രമങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ഇതിനായിട്ട് ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുക പോലും ചെയ്യുന്നു. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ F-15 യുദ്ധവിമാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ലേസർ ഗൈഡഡ് വാക്കം ബോംബുകൾ ബെയ്റൂട്ടിൽ യാസർ അറാഫത്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിനെ നിലംപരിശാക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവിടെ വിട്ടതുകൊണ്ട് മാത്രം അന്ന് അറാഫത്ത് ജീവനോടെ രക്ഷപ്പെടുന്നു. 200-ലധികം പേർ കൊല്ലപ്പെട്ട ആ ആക്രമണത്തെ തുടർന്ന് യാസർ അറാഫത്ത് ലെബനൻ വിട്ട് ടുണീഷ്യയിൽ അഭയം തേടുന്നു. 85 അവിടെയും ഇസ്രായേലി വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിലും 73ഓളം പേർ കൊല്ലപ്പെടുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് ഇസ്രായേലിനോട് അന്നുവരെ സൂക്ഷിച്ചിരുന്ന സന്ധിയില്ലാ നിലപാടുകളിൽ നിന്ന് അയഞ്ഞ് സമാധാനത്തിന്റെ പാത പിടിക്കാൻ ശ്രമിക്കുന്ന യാസർ അറാഫത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ പലസ്തീൻ ഭൂപടത്തിൽ ഇതാ ഈ കാണുന്ന ജനനിബിഡമായ 365 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് ഗാസ മുനമ്പ്. ഇസ്രായേൽ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പലസ്തീനിൽ പലസ്തീനികൾ ഭൂരിപക്ഷമായിട്ട് ഇന്നും കുടിപാർക്കുന്ന അപൂർവം ഇടങ്ങളിലൊന്ന്. 48-ലെ നഗ്ബ സമയത്ത് പ്രധാന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായിരുന്ന ഗാസ ഇന്നും അതിൽ കുറഞ്ഞൊന്നുമല്ല. ഇസ്രായേൽ എന്ന രാജ്യം പതിറ്റാണ്ടുകളെടുത്ത് എങ്ങനെയാണ് പ്രദേശവാസികളായിട്ടുള്ള പലസ്തീനിയൻ അറബ് വംശജരെ ആട്ടിത്തളിച്ച് ഈ ഗാസ മുനമ്പിലേക്ക് ഒതുക്കിയത് എന്ന് ദ ഗാസ സ്ട്രിപ്പ് എ ഹിസ്റ്ററി എന്നതിന്റെ പുസ്തകത്തിൽ ജോൺ പിയറെ ഫിലിയു വിശദമായി തന്നെ വർണ്ണിക്കുന്നുണ്ട്. പലസ്തീനിയൻ ജനതയുടെ പലായനത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചിഹ്നമായി എങ്ങനെ ഗാസ മാറി എന്നതും നമുക്ക് ഇതേ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകും. 1948 മുതൽക്ക് 67 വരെ ഈജിപ്തിന്റെ അധീനതയിലായിരുന്നു ഗാസ. 6 വാറിന് ശേഷമാണ് ഇവിടം ഇസ്രായേലി പട്ടാളത്തിന്റെ കൈപ്പിടിയിലായത്. ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മറ്റുമായി പരിമിതവും ശോചനീയമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട പലസ്തീനികളിൽ നിന്ന് പിൽക്കാലങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള സായുധ പ്രതിരോധങ്ങൾ ഉയർന്നു വന്നു. ലോകം ഇൻതിഫാദ എന്ന പേരിൽ വിളിച്ച സായുധ പോരാട്ടങ്ങൾ. ആദ്യത്തെ ഇൻതിഫാദ തുടങ്ങുന്നത് 1987-ലാണ്. ഗാസ മുനമ്പിലുള്ള ജബലിയ നഗരത്തിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഒരു ഇസ്രായേലി കവചിത വാഹനം പലസ്തീനി സിവിലിയൻ വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിച്ചതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ആ കൂട്ടിയിടിയിൽ 4 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 3 പേർ ക്യാമ്പിൽ നിന്നുള്ളവരായിരുന്നു. ഈ സംഭവത്തോടുള്ള സ്വാഭാവിക പ്രതിഷേധം എന്ന നിലയ്ക്ക് ആരംഭിച്ചത് അധികം വൈകാതെ ഇസ്രായേൽ എന്ന സൈനിക രാഷ്ട്രീയ ശക്തിയോടുള്ള ഒരു സായുധ പ്രതിരോധമായിട്ട് മാറി. കല്ലും പെട്രോൾ ബോംബുമായിട്ട് സാധാരണ പലസ്തീനി പൗരന്മാർ നടത്തിയ ഈ പ്രതിഷേധങ്ങളെ പക്ഷേ ഇസ്രായേലി സൈന്യം നേരിട്ടത് യന്ത്രത്തോക്കും ടാങ്കുകളും റോക്കറ്റുകളും ഒക്കെ കൊണ്ടാണ്. ഒന്നാം ഇൻതിഫാദയിൽ ഏതാണ്ട് 1100 പലസ്തീനികളും 27 ഇസ്രായേലി പൗരന്മാരും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനയായ ബീറ്റ്സലേം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അൽ ജസീറയും മിഡിൽ ഈസ്റ്റ് മോണിറ്ററും പോലെയുള്ള മറ്റ് സോഴ്സുകൾ പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അതിലും അധികമായിരുന്നു എന്നാണ്.
ഏകദേശം 1300-ലധികം പേർ കൊല്ലപ്പെട്ടു, 1.25 ലക്ഷം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലി പക്ഷത്തു നിന്ന് ഇങ്ങനെ അതിക്രമങ്ങൾ തുടരുമ്പോഴും സമാധാനത്തിന് മുൻകൈയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന യാസർ അറാഫത്തിന്റെ നയങ്ങളിൽ പല പലസ്തീനി യുവാക്കൾക്കും അന്ന് അതൃപ്തി ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട വെസ്റ്റ് ബാങ്കിലെ ഇമാം ഷെയ്ഖ് അഹമ്മദ് യാസീൻ, അബ്ദുൽ അസീസ് അൽ റന്തീസി എന്നിങ്ങനെയുള്ള ചില പലസ്തീനി യുവാക്കൾ ചേർന്നുകൊണ്ട് ഈ ഒന്നാം ഇന്തിഫാദ കാലത്ത് ഹർക്കത്തുൽ മുഖാവമതിൽ ഇസ്ലാമി അഥവാ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു സായുധ വിമോചന പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നു. ലോകം പിന്നീട് അതിനെ ഹമാസ് എന്ന ചുരുക്കപ്പേരിൽ വിളിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്തിൽ രൂപമെടുത്ത മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയുടെ ഒരു ഓഫ് ഷൂട്ട് ആയിരുന്നു ഹമാസ്. ഇങ്ങനെ ചില ശക്തമായ വിമത സ്വരങ്ങൾ പലസ്തീനികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നുവെങ്കിലും ഒന്നാം ഇന്തിഫാദയ്ക്ക് കിട്ടിയ മാധ്യമ ശ്രദ്ധ അന്താരാഷ്ട്ര തലത്തിൽ യാസർ അറാഫത്തിന്റെ പലസ്തീനി നെടുനായക പ്രതിച്ഛായയ്ക്കും ഒപ്പം തന്നെ മാറ്റുകൂട്ടുന്നു. തന്റെ പോരാളികളുടെ യന്ത്രത്തോക്കുകളെക്കാളും ലാൻഡ് മൈനുകളെക്കാളും ഒക്കെ ശക്തി പലസ്തീനിലെ പാവപ്പെട്ട പൗരന്മാർ ഇസ്രായേലി സൈനിക ടാങ്കുകൾക്ക് നേരെ വലിച്ചെറിയുന്ന കല്ലുകൾക്കും പെട്രോൾ ബോംബിനും ഉണ്ട് എന്ന് യാസർ അറാഫത്ത് അന്ന് തിരിച്ചറിയുന്നു. അത് ഗറില്ല പോരാട്ടങ്ങളുടെ വഴിയിൽ നിന്ന് ജനകീയ പ്രതിഷേധങ്ങളുടെയും പിന്നീട് സന്ധി സംഭാഷണങ്ങളുടെയും ഒക്കെ പാതയിലേക്കുള്ള അറാഫത്തിന്റെ ചൂടുമാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഇസ്രായേൽ മുന്നോട്ട് വെച്ച 2 സ്റ്റേറ്റ് സൊല്യൂഷന് 90കളുടെ തുടക്കത്തിൽ തന്നെ അറാഫത്തും PLOയും തത്വത്തിൽ തയ്യാറാകുന്നു. അതായത് ഏറെ നാളത്തെ നിഷേധങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന പരമാധികാര സ്വതന്ത്ര രാജ്യത്തിന്റെ അസ്തിത്വത്തെ അവർ അംഗീകരിച്ചു കൊടുക്കുന്നു. അതോടെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വർഷങ്ങൾ നീണ്ട സമവായ ചർച്ചകൾക്കാണ് തുടക്കമാവുന്നത്. ഈ ചർച്ചകളിൽ ഓരോ നിമിഷവും താൻ വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കാനും യാസർ അറാഫത്തിന് സാധിക്കുന്നു. 1993 സെപ്റ്റംബർ 13 അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന ഇച്ചാഖ് റബീനും യാസർ അറാഫത്തും തമ്മിൽ വാഷിംഗ്ടൺ DC-യിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൗസിലെ പുൽത്തകിരിയിൽ വെച്ച് കൈകൊടുത്ത ആ ദൃശ്യം ലോകം കാണുന്നത് ആശ്ചര്യത്തോടെയാണ്. അവിടെ വെച്ച് അന്ന് അവർ ഒപ്പിട്ട ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓൺ ഇന്ററിം സെൽഫ് ഗവൺമെന്റ് അറേഞ്ച്മെന്റ്സ് എന്ന സമാധാന കരാർ പിന്നീട് അറിയപ്പെട്ടത് ദ ഓസ്ലോ അക്കോർഡ്സ് എന്ന പേരിലാണ്. അറാഫത്തുമായിട്ടുള്ള ഈ സമാധാന ചർച്ചകൾക്കിടയിലാണ് റബ്ബിനിൽ നിന്ന് ഇനഫ് ഓഫ് ബ്ലഡ് ആൻഡ് ടിയേഴ്സ്, ഇനഫ് എന്നുള്ള പ്രസിദ്ധമായ പ്രസ്താവനയൊക്കെ ഉണ്ടായി വരുന്നത്. 1948 ആദ്യ യുദ്ധത്തിലും 67 സിക്സ് ഡേ വാറിലും ഒക്കെ ഇസ്രായേലി സൈന്യത്തെ നയിച്ച കമാൻഡർമാരിൽ ഒരാളായി ഇരുന്ന ശേഷം പിന്നീട് പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെട്ട റബ്ബിനിൽ നിന്ന് ഇങ്ങനെ സമാധാനത്തിനു വേണ്ടി ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഉണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്ലാഘിക്കപ്പെട്ട ഒരു നടപടിയായിരുന്നു. വിദേശങ്ങളിൽ ഒളിവിൽ പാർക്കുന്ന PLO ലീഡർഷിപ്പിന് നാട്ടിലേക്ക് മടങ്ങി വരാം. 67 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ് എന്നിവിടങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് പലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിൽ ഒരു ഇന്ററിം ഗവൺമെന്റും സ്ഥാപിക്കാം. ഇതായിരുന്നു ഓസ്ലോ സമാധാന കരാറിൽ പലസ്തീനിൽ ലഭിച്ച വാഗ്ദാനം. സന്ധി സംഭാഷണങ്ങളിലൂടെ പലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾക്ക് അറാഫത്ത്, ഷിമോൺ പെരേസ്, ഇച്ചാഖ് റബീൻ എന്നിവർക്ക് 1994 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും അന്ന് നൽകപ്പെടുന്നുണ്ട്. റബ്ബിന്റെ ഈ സദുദ്യമത്തിനു പിന്നിൽ ഇസ്രായേൽ എന്ന രാജ്യം മുഴുവനും അന്ന് അണിനിരന്നപ്പോൾ ഈ ഒരു സമാധാന ശ്രമത്തെ അന്നേ തുറന്നെതിർത്ത ഒരാളാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 1994 യാസർ അറാഫത്ത് പലസ്തീനിലേക്ക് മടങ്ങി വരുന്നു. ഓസ്ലോ ഉടമ്പടിയുടെ ബലത്തിൽ വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും കേന്ദ്രീകരിച്ചുകൊണ്ട് 1948 ഇസ്രായേലിനോട് നഷ്ടപ്പെടുത്തിയ ഭൂമിയുടെ വെറും 22% പ്രദേശത്തായിട്ട് പുതിയൊരു പലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ കെട്ടിപ്പടുക്കാം എന്നതായിരുന്നു അറാഫത്തിന്റെ പ്രതീക്ഷ. ഓസ്ലോ ഉടമ്പടിയോടുള്ള പ്രതിഷേധം അറിയിക്കാൻ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ജെറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിൽ അന്ന് ചാവേർ ബോംബാക്രമണങ്ങൾ നടത്തുന്നു. സയനിസ്റ്റ് പക്ഷത്ത് ബെഞ്ചമിൻ നെതന്യാഹു റബ്ബിനെതിരെ പരസ്യമായി തന്നെ അന്ന് പടപ്പുറപ്പാട് നടത്തുന്നു. ഇങ്ങനെ റബ്ബിന്റെ ചോരയ്ക്ക് വേണ്ടി ഇരുപക്ഷവും മുറവിളി കൂട്ടിയ അനുകൂല സാഹചര്യത്തിലാണ് 1995 നവംബർ 4 നടന്ന ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഇഗൽ അമീർ എന്ന 27-കാരനായിട്ടുള്ള ഒരു നിയമ വിദ്യാർത്ഥി തങ്ങളുടെ ജൂതരാഷ്ട്രത്തെ പലസ്തീനികൾക്ക് വിട്ടുകൊടുത്ത വഞ്ചകൻ എന്ന ആക്ഷേപ വർഷത്തോടുകൂടി ഇച്ചാഖ് റബീനു നേരെ 2 വെടിയുണ്ടകൾ പായിച്ച് അദ്ദേഹത്തെ വധിക്കുന്നത്. അന്നു തൊട്ട് പലസ്തീനിലെ ജനതയ്ക്കുമേൽ അനുദിനം തങ്ങളുടെ നിലപാട് ഇസ്രായേൽ കടുപ്പിച്ചിട്ടേയുള്ളൂ. റബ്ബിന് അറാഫത്തിനോടുണ്ടായിരുന്ന അനുനയത്തോടും അദ്ദേഹം നടത്തിയിരുന്ന സമാധാന ശ്രമങ്ങളോടും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് റബ്ബിൻ വധിക്കപ്പെട്ട ശേഷം ഇസ്രായേലിന്റെ അമരത്തേക്ക് കടന്നു വരുന്നത്. പലസ്തീനികളുമായി ഒരു അനുഭവവും പാടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന നെതന്യാഹു ഇന്നും ഇസ്രായേലിലെ ഏറ്റവും ശക്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അതിനുശേഷം ഹമാസും പൂർവാധികം ശക്തിയോടെ പ്രവിശ്യയിൽ സജീവമായതോടെ സമാധാനം എന്നത് പലസ്തീനി ജനതയ്ക്ക് പിന്നീട് അങ്ങോട്ട് കിട്ടാക്കനിയായിട്ട് മാറുന്ന അവസ്ഥയാണ് സംജാതമാവുന്നത്. 2002 ജൂലൈ മാസത്തിൽ ക്യാമ്പ് ഡേവിഡിൽ തന്നെ യാസർ അറാഫത്ത്, ഇസ്രായേലി പ്രധാനമന്ത്രി യഹൂദ് ബറാഖ്, അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ എന്നിവർ ഒരിക്കൽ കൂടി ഒരു സമാധാന ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്.
എന്നാൽ ചർച്ചയ്ക്കിടെ യഹൂദ് ബറാക്ക് പലസ്തീനി കോസിനോട് തികച്ചും നിഷേധാത്മകമായിട്ടുള്ള സമീപനം കൈക്കൊണ്ടതോടെ അത് അലസി പിരിഞ്ഞു പോകുന്നു. അതോടെ വീണ്ടും ഒരു ഇന്തിഫാദയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ പലസ്തീനിൽ ഉരുണ്ടുകൂടുന്നു. 2000 സെപ്റ്റംബർ 28 അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഏരിയൽ ഷാരോൺ 1000-ഓളം സായുധ IDF കമാൻഡോകളുടെ അകമ്പടിയോടുകൂടി കിഴക്കൻ ജെറുസലേമിലെ അൽ-അക്സ പള്ളി സമുച്ചയം സന്ദർശിക്കാൻ ചെന്നത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. 1982 സബ്ര ഷട്ടില കൂട്ടക്കൊലകളുടെ വാർഷിക ദിനത്തിന് ദിവസങ്ങൾ മുമ്പായിരുന്നു ഈ സന്ദർശനം. അന്ന് ഈ കൂട്ടക്കൊലകൾ നടന്ന സമയത്ത് കലാപങ്ങൾ തടയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന പഴി കേട്ടിരുന്ന ഷാരോന്റെ കനത്ത മിലിറ്ററി ബന്ദോബസ്തോടുകൂടിയുള്ള ഈ സന്ദർശനം പലസ്തീനി പൗരന്മാരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊരു ആക്ഷേപവും അന്ന് ഉയർന്നു വന്നു. അതോടെ തുടക്കമായത് അൽ-അക്സ ഇന്തിഫാദ എന്ന രണ്ടാം ഇന്തിഫാദയ്ക്കാണ്. ഈ കലാപങ്ങളിൽ ഏതാണ്ട് 1000-ൽ പരം ഇസ്രായേലികളും 3500-ഓളം പലസ്തീനികളും കൊല്ലപ്പെടുന്നു. പലസ്തീനിയൻ ജനതയ്ക്കുള്ളിലെ ഭിന്നിപ്പിനെ പരിഹരിക്കാനോ അവരെ ഒരുമിപ്പിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു ഐക്യമുണ്ടാക്കാനോ ഒന്നും അവസാന കാലം വരെയും അറാഫത്തിന് സാധിച്ചിട്ടില്ല. അധിനിവേശ മേഖലകളിൽ നിന്ന് പതുക്കെയെങ്കിലും ഇസ്രായേലി പിന്മാറ്റം ഉണ്ടാകുമെന്നും കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി തന്റെ സ്വപ്നരാജ്യം ഭാവിയിലെങ്കിലും നിലവിൽ വരുമെന്നും താൻ അതിനെ നയിക്കുമെന്നും യാസർ അറാഫത്ത് കരുതിയിരുന്നു. എന്നാൽ താൻ സ്വപ്നം കണ്ട ആ ആദർശ പലസ്തീൻ യാഥാർത്ഥ്യമാവുന്നത് കണ്ണടയ്ക്കാനുള്ള യോഗം യാസർ അറാഫത്തിന് ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട് റമല്ലയിലെ തന്റെ ഭവനത്തിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്ന അറാഫത്തിന് അദ്ദേഹത്തിന്റെ 76-ാം വയസ്സിൽ ഇസ്രായേലി ഏജന്റുമാർ വിഷപ്രയോഗത്തിലൂടെ ഉന്മൂലനം ചെയ്യുകയാണ് ഉണ്ടായത്. 2006-ൽ നടന്ന പലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻസിൽ ഒന്നാം ഇന്തിഫാദ കാലത്ത് രൂപം കൊണ്ട സായുധ പോരാട്ട സംഘടനയായ ഹമാസ് അതുവരെ പലസ്തീനിയൻ അഡ്മിനിസ്ട്രേഷൻ നയിച്ചിരുന്ന ഫത്തഹിനെ അട്ടിമറിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം ഫത്തഹുമായി സായുധമായി തന്നെ ഏറ്റുമുട്ടി ഹമാസ് ഗാസ സ്ട്രിപ്പിനെ അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിലാക്കുന്നു. ഈ ഒരു ടേക്ക് ഓവർ വഴിവെച്ചത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കർശനമായിട്ടുള്ള ഉപരോധങ്ങൾക്കാണ്. ആയുധങ്ങളാക്കി റീപർപ്പസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന പേരിൽ നിത്യോപയോഗ സാമഗ്രികൾ പലതിനും ഗാസ മുനമ്പിലേക്ക് IDF പ്രവേശനം നിഷേധിക്കുന്നു. ഹമാസിന് മുസ്ലിം ബ്രദർഹുഡുമായിട്ടുണ്ടായിരുന്ന നാഭിനാള ബന്ധം കാരണം ബ്രദർഹുഡിനെതിരായിരുന്ന ഈജിപ്തും ഈ ഒരു ബ്ലോക്കേഡിനെ പിന്തുണയ്ക്കുന്നു. ആദ്യഘട്ടങ്ങളിൽ റോഡുകളിലെ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് 40 അടി ഉയരമുള്ള ഒരു ഉരുക്കുമതിൽ പണിതീർത്ത് ഇസ്രായേൽ ഗാസയെ പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്തു. കടൽ ആകാശ മാർഗങ്ങളിലൂടെ ഗാസയിലേക്കുള്ള പ്രവേശനത്തിന് കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അന്ന് കരമാർഗം ഗാസയിലേക്ക് കടക്കാൻ വടക്ക് ഇസ്രായേൽ നിയന്ത്രിക്കുന്ന ഇറേസും തെക്ക് ഈജിപ്ഷ്യൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന റഫയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉരുക്കുമതിലിനെ മറികടക്കാൻ ഗാസയിലെ പലസ്തീനികൾ തുരങ്കങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയപ്പോൾ അതിനെ തടയാൻ വേണ്ടി ഈജിപ്ത് അതിന്റെ അതിർത്തിയിൽ മെറ്റാലിക് ബാരിയറുകൾ സ്ഥാപിച്ചു. ഗാസയിലേക്ക് അനധികൃതമായി ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തെ തടയാനെന്ന പേരിൽ അമേരിക്കയും അന്ന് ഈ ബാരിയർ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഗാസയ്ക്ക് പടിഞ്ഞാറുള്ളത് കടലാണ്. എന്നാൽ 3 കിലോമീറ്ററിന് പുറത്തേക്ക് ബോട്ടുമായി പോകുന്നതിന് ഗാസ നിവാസികൾക്ക് വിലക്കുണ്ട്. അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേലി കോസ്റ്റ് ഗാർഡ് അവരെ വെടിവെച്ചിടും. അതുകൊണ്ട് ആഴക്കടലിൽ പോയി മീൻ പിടിച്ചു വരാൻ നിലവിൽ ഗാസ നിവാസികൾക്ക് സാധിക്കില്ല. എന്നാൽ ഈ 3 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മീൻ പിടിക്കാമെന്ന് വെച്ചാലും അതിനുമുണ്ട് പ്രശ്നം. ഗാസയിലെ തകരാറിലായ സുവേജ് പ്ലാന്റുകൾ നന്നാക്കാൻ വേണ്ട സ്പെയർ പാർട്ടുകൾ കൊണ്ടുപോകാൻ ഇസ്രായേലി സൈന്യം അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മലിനജലം അതുപോലെ നേരെ കടലിലേക്ക് പമ്പ് ചെയ്യുകയാണ് നിലവിൽ ഗാസയിലെ പലസ്തീനികൾ ചെയ്യുന്നത്. ഇങ്ങനെ അഴുക്കുവെള്ളം കലർന്നതുകൊണ്ട് ഈ 3 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് ഇവർക്ക് മീൻ കിട്ടുന്നുമില്ല. 2007-നും 2010-നും ഇടയിൽ ഇസ്രായേലി ബ്ലോക്കേഡ് പതിവിലും അധികമായിട്ട് കർശനമാക്കപ്പെട്ടു. വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പോലും ഗാസയിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് വിലക്കുണ്ട്. അതിൻ്റെ ഒരു പട്ടിക കേട്ടാൽ നമുക്ക് ചിലപ്പോൾ അതിശയം തോന്നാം. തണുപ്പത്ത് പുതയ്ക്കാനുള്ള ബ്ലാങ്കറ്റുകൾ, കിടക്കാനുള്ള മെത്തകൾ, ഇരുട്ടകറ്റാനുള്ള ബൾബുകൾ, കറണ്ട് പോയാൽ കത്തിക്കാനുള്ള മെഴുകുതിരി, കുട്ടികൾക്ക് എഴുതാനുള്ള A4 പേപ്പറുകൾ, വരയ്ക്കാനുള്ള ക്രയോൺസുകൾ, ഇറച്ചി, ബ്രെഡിൽ തേക്കാനുള്ള ജാം, ഇൻസ്റ്റന്റ് കോഫി തുടങ്ങി പലതിനും ഇന്ന് ഗാസയിലേക്ക് പ്രവേശന വിലക്കുണ്ട്. ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗാസയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ IDF തടഞ്ഞു നിർത്തുന്നുവെന്ന് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി അഥവാ UNRWA ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതേ വിവരം BBC-യും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഗിഷ എന്ന ജൂത മനുഷ്യാവകാശ സംഘടനയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഹമാസ് പക്ഷത്തു നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നതായി ഇസ്രായേൽ പരാതി ഉയർത്താറുണ്ട്. ഒപ്പം അതിന് തിരിച്ചടി എന്നവണ്ണം നിരവധി തവണ ഇസ്രായേലി സൈന്യം ഗാസ സ്ട്രിപ്പിന് നേരെ അതീവ മാരകമായിട്ടുള്ള പല മിസൈലുകളും പ്രയോഗിച്ചിട്ടുമുണ്ട്. ലോകത്തെല്ലായിടത്തും നിരോധനമുള്ള വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ വരെ ഇസ്രായേൽ ഗാസയ്ക്ക് മേലെ പ്രയോഗിച്ചു കഴിഞ്ഞു. ഈ ആക്രമണങ്ങളിൽ വലിയ ആളപായവും വസ്തുവകകൾക്ക് കനത്ത നാശവും ഉണ്ടായി.
2008, 2009 കാലത്ത് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡിനിടയ്ക്ക് കൊല്ലപ്പെട്ടത് 1400ഓളം പലസ്തീനികളാണ്. അതിൽ തന്നെ 300-ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിവിലിയൻസിനെതിരെ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ പോലെയുള്ള നിരോധിത ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു ആരോപണം ഉയർന്നപ്പോൾ ആദ്യം ഇസ്രായേലി സൈന്യം അതിനെ നിഷേധിച്ചുവെങ്കിലും 2009 UN ഗോൾഡ് സ്റ്റോൺ റിപ്പോർട്ട് വന്നതിന് ശേഷം അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദം കടുത്തതോടെ ഇസ്രായേൽ അതും സമ്മതിക്കുന്നുണ്ട്. 2012 IDF നടത്തിയ ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസിൽ കൊല്ലപ്പെട്ടത് 113 പലസ്തീനി സിവിലിയൻസ് ആണ്. ഈ ആക്രമണങ്ങളിൽ അന്ന് ജേർണലിസ്റ്റുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പോലും രക്ഷയുണ്ടായിരുന്നില്ല. IDF ഒരു മീഡിയ ഹൗസ് ബോംബ് ചെയ്തപ്പോൾ 2 ക്യാമറാമാൻമാർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ ഇസ്രായേൽ എയർ സ്ട്രൈക്കിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവവും അക്കൊല്ലം ഉണ്ടാകുന്നുണ്ട്. 2014 ഇസ്രായേൽ പക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള അടുത്ത ആക്രമണം ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് കുറെ കൂടി മാരകമായിരുന്നു. ഇത്തവണ ജീവൻ നഷ്ടപ്പെട്ടത് 2100-ലധികം പലസ്തീനി പൗരന്മാർക്ക്. അതിലും ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും അടങ്ങിയ സിവിലിയൻസ് തന്നെയായിരുന്നു. ഇസ്രായേലി ഷെല്ലിങ്ങിലും മിസൈൽ ആക്രമണത്തിലും 7000-ഓളം പലസ്തീനി വീടുകൾ അന്ന് പൂർണ്ണമായും തകരുന്നുണ്ട്. ഏതാണ്ട് 89,000-ലധികം വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള കേടുപാടുകളും പറ്റുന്നു. അല്ലെങ്കിൽ തന്നെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ പുലരുകയായിരുന്ന ഗാസയിലെ ജീവിതം അതോടെ ഈ പാതി തകർന്ന വീടുകളിൽ നരകതുല്യമായിട്ട് മാറുന്നു. ഗാസയിലെ പലസ്തീനികളുടെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന ഇടത്തേക്ക് ഇസ്രായേലിന്റെ ഷെല്ലോ ബോംബോ മിസൈലോ ഒക്കെ വന്നു വീഴാൻ പോകുന്നു എന്നറിഞ്ഞാൽ പോലും ആ ആപത്തിൽ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കില്ല എന്നതാണ്. കാരണം ഈജിപ്ഷ്യൻ ബോർഡറിലേക്കുള്ള പ്രവേശനം കർശനമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഭാഗത്തേക്ക് ആർക്ക് കടക്കാം, തിരിച്ച് ഗസയിലേക്ക് ആർക്കൊക്കെ പ്രവേശിക്കാം എന്നതൊക്കെയും IDF-ന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. അകത്തുനിന്ന് പുറത്തേക്ക് കാൽനടയായി മാത്രമേ പോവാനും വരാനും അനുവാദമുള്ളൂ. അതല്ലാതെ ആകെ ഓടാൻ അനുവാദമുള്ളത് ഇസ്രായേലി നമ്പർ പ്ലേറ്റുകളുള്ള ചില വാഹനങ്ങൾക്ക് മാത്രമാണ്. അവയാണെങ്കിൽ ഇസ്രായേലി സൈന്യത്തോട് സഹകരിക്കുന്ന ചുരുക്കം ചിലരുടെ ഉടമസ്ഥതയിലുമാണ്. അതുപോലെ ഗാസയിലെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ പൊരിവെയിലിൽ കിലോമീറ്ററുകൾ നടക്കണം. അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നാൽ അവിടെ കിടന്ന് മരിക്കുകയേ നിർവാഹമുള്ളൂ. നല്ല ആശുപത്രികളില്ല, ഭക്ഷണം കഴിക്കാൻ നല്ല ഹോട്ടലുകളില്ല, വിനോദത്തിനുള്ള യാതൊരു ഉപാധികളുമില്ല. പണ്ടൊരിക്കൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ പറഞ്ഞ പോലെ ഗാസ ഒരു തുറന്ന ജയിൽ തന്നെയാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ മിലിറ്ററി വിംഗ് ആയിട്ടുള്ള കസാം ബ്രിഗേഡ്സും മറ്റു ചില പലസ്തീനിയൻ ഫ്രഞ്ച് മിലീഷ്യകളും ചേർന്നുകൊണ്ട് ദക്ഷിണ ഇസ്രായേലിലെ ജൂയിഷ് കിബുറ്റ്സുകൾക്ക് നേരെ ഒരു ആക്രമണ പരമ്പര തന്നെ നടത്തുന്നു. 19 കിബുറ്റ്സുകൾ, ഡെറോട്ട്, ഒഫാക്കിം പോലെയുള്ള പട്ടണങ്ങൾ എന്നിവ കൂടാതെ 2 മ്യൂസിക് ഫെസ്റ്റിവലുകൾ, ഒരു ബീച്ച് പാർട്ടി എന്നിങ്ങനെ ജൂതർ ഉല്ലസിച്ചുകൊണ്ടിരുന്ന പലയിടങ്ങളിലേക്കും ചെന്നിറങ്ങുന്ന ചാവേർ പോരാളികൾ കണ്ണിൽ കണ്ടവരെയൊക്കെയും അന്ന് വെടിവെച്ച് കൊന്നുകളയുന്നു. ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 1195 പേരിൽ 815 പേരും സിവിലിയൻ ജൂസ് ആയിരുന്നു. അവർക്ക് പുറമെ ഇസ്രായേലി പൗരന്മാരും സൈനികരുമടക്കം 251 പേരെ ഇവർ ബലമായി ഗാസയിലേക്ക് ബന്ദികളായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് വർഷങ്ങളായി പലസ്തീനിയൻ ജനത അനുഭവിച്ചു പോരുന്ന ഏകപക്ഷീയമായിട്ടുള്ള ക്രൂരതകൾക്കുള്ള തിരിച്ചടിയായിരുന്നുവെങ്കിൽ അതിനോടുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ പ്രത്യാക്രമണങ്ങൾക്ക് ഇരയായത് ഹമാസ് മാത്രമായിരുന്നില്ല. ഇങ്ങനൊരു ആക്രമണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഗാസയിലെ മറ്റ് പലസ്തീനി പൗരന്മാർ കൂടി ആയിരുന്നു എന്ന് മാത്രം. ഒക്ടോബർ 7 ഈ ആക്രമണം നടന്ന വാർത്ത പുറത്തു വന്ന ആ നിമിഷം തൊട്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഗാസ ലക്ഷ്യമിട്ട് തുടർച്ചയായിട്ടുള്ള ഷെല്ലിങ്ങും ബോംബിങ്ങും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനു പിന്നാലെ ഇസ്രായേലി കരസേനയും ഗാസയ്ക്ക് നേരെ കനത്ത ആക്രമണം നടത്തുന്നു. ഗാസയിലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട 2025 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ പ്രത്യാക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് 57,000-ലധികം പലസ്തീനി പൗരന്മാരാണ്. അതിൽ തന്നെ നല്ലൊരു ഭാഗം കുഞ്ഞു കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമൊക്കെയാണ്. 2010 കൈയോടെ പിടിക്കപ്പെട്ട അവസരത്തിൽ ഇസ്രായേൽ ലോക സമൂഹത്തിന് നൽകിയ വാക്ക് ഇനി സിവിലിയൻസിന് നേരെ തങ്ങൾ ഒരിക്കലും വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ പ്രയോഗിക്കില്ല എന്നതായിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിൽ മരിച്ച പല കുട്ടികളുടെയും ചോര പുരണ്ട മുഖങ്ങളിൽ പതിഞ്ഞിരുന്ന വെളുത്ത പൊടി നമ്മളെ ആ വാക്ക് ഇസ്രായേൽ പാലിക്കുന്നില്ല എന്നത് ഓർമ്മിപ്പിക്കും. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചാണ് നമ്മൾ പലരും സമീപിക്കുന്നത്. ഒട്ടും മനുഷ്യപ്പറ്റില്ലാതെ മുതിർന്നവരും സ്ത്രീകളും ആരോഗ്യ പ്രവർത്തകരും മറ്റും ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച്, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ഷെല്ലുകൾ പതിച്ച് കൊല്ലപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും പലരും ചോദിക്കുന്നത് ആരാണ് ആദ്യ പ്രകോപനം സൃഷ്ടിച്ചത് എന്നതാണ്. ആ പ്രകോപനങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഈ യുദ്ധത്തിന്റെ ഇരകളായിട്ടുള്ള ഈ പാവപ്പെട്ടവരല്ല എന്നത് ഉറപ്പാണ്. ഹമാസും IDF-ഉം ഇങ്ങനെ പരസ്പരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആദ്യ കാഷ്വാലിറ്റി മനുഷ്യത്വമാണ്. നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ പൊലിയുന്നത്
അതിന് ഏത് പാരമ്പര്യത്തിൻ്റെ പേരിലായാലും, ഏത് മതവിശ്വാസത്തിൻ്റെ പേരിലായാലും, ഏത് മിഥ്യാഭിമാനത്തിൻ്റെ പേരിലായാലും അത് തുറന്നെതിർക്കപ്പെടുക തന്നെ വേണം. കാരണം അനുകമ്പയില്ലാതെ നടപ്പിലാക്കപ്പെടുന്ന നീതി ക്രൂരതയാണ്. ധാർമ്മികത കൂടാതെയുള്ള പ്രതിരോധത്തിൻ്റെ പേര് ഭീകരവാദം എന്ന് തന്നെയാണ്. വിശ്രുത പലസ്തീനിയൻ കവി റാഷിദ് ഹുസൈൻ്റെ വരികളിൽ ഈ ലക്കം നമുക്ക് ഉപസംഹരിക്കാം. എൻ്റെ നാടിൻ്റെ വിപ്ലവകാരികൾ ഒരു പുൽനാമ്പിനെ പോലും നോവിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഗ്രനേഡ് പിടിപ്പിക്കുന്നതിനോട്, എൻ്റെ പെങ്ങൾ യന്ത്രത്തോക്കുകൾ ഉപയോഗിക്കാൻ പരിശീലിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ചെടികളിൽ മൈനുകൾ പൂക്കുന്നതിനോട്, മരച്ചിലകൾ കഴുമരങ്ങളാകുന്നതിനോട്, പനിനീർമെത്തകൾ പോർക്കിടങ്ങളാവുന്നതിനോടൊക്കെയും എനിക്ക് എതിർപ്പുണ്ട്. എന്നാലും ഈ നരകത്തി എൻ്റെ സ്നേഹിതരെ, എൻ്റെ യൗവനത്തെ, എൻ്റെ നാടിനെ ഇങ്ങനെ ദഹിപ്പിക്കുമ്പോൾ എൻ്റെ കവിതയെ ഒരു തോക്കാവുന്നതിൽ നിന്നും എനിക്ക് എങ്ങനെയാണ് തടയാനാവുക? മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനി വരാം.